ആത്മസാന്നിധ്യ നിറവില് ദൈവത്തെ ആരാധിക്കുവാൻ ആത്മാവിൽ പകൽക്കാലം ആലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ നമ്മെ കൂട്ടുവരുത്തിരിക്കുമ്പോൾ ഇത് പകൽക്കാലം സകലമാന മഹത്വത്തിലും ദൈവത്തിന് അർപ്പിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ കർത്താവിന് സ്തുതി സ്തോത്രയാണ് നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ ഇത് പകൽക്കാലം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത ആരാധന ദൈവം മഹത്വം വെളിപ്പെട്ട് സ്വർഗീയ പിതാവിനെ തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ അടുത്ത് വരുന്നു. ഇത് പകൽക്കാലം ഇന്നത്തെ ആരാധനയ്ക്കായി ഞങ്ങളെ കൂട്ടിവരുത്തിയ അവിടുത്തെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങളെ വിട്ടുപോയ ആഴ്ചപ്പെട്ട കാലം മുഴുവൻ അവിടുത്തെ ഭദ്രമേറിയ ചിറകടി ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുതലിനായി പരിപാലനായി സ്തോത്രം. ജീവിതം ഭക്തിക്കും ആവശ്യമായതൊക്കെ ദാനമായി ഞങ്ങളെ കൂട്ടിപ്പുലർത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഇത് പകൽക്കാലം ദിവസങ്ങളായിരിക്കുമ്പോൾ ഇത് പകൽക്കാലത്ത് വിശുദ്ധ ആരാധന അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ശുശ്രൂഷകളെല്ലാം ആശീർവദിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണം. തിരുശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി വിടുതൽ പ്രാപിച്ചവരായി മടങ്ങി പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കണം. കൂട്ടുവിടുന്ന ദൈവത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട കർത്താവേ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദിവസത്തിലായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം വിടുതലും രൂപാന്തരത്തിന് കാരണമാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷികൾ എഴുന്നേൽപ്പിക്കണം. പാടുവാനും പ്രാർത്ഥിക്കാനൊക്കെ അനുഗ്രഹിയുടെ ദൈവത്തിന്റെ വചനത്തിന്റെ പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ മധ്യയിൽ വെളിപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അതിനായി സമർപ്പിക്കണം. ഹൃദയങ്ങളെ തുറന്ന് ദൈവസന്നിധിയുടെ ഹൃദയത്തോടെ ദൈവിക ശക്തിയെ ഞങ്ങളെ ഇരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ ദിവസം ഒരുമിച്ച് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി കർത്താവ് നമ്മെ കൂട്ടുവരുത്തിയല്ലോ. പാരമ്പര്യത്തിലും പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വിശുദ്ധ വാക്കുകൾ നമുക്ക് ദൈവം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം നേരിടുന്ന സാഹചര്യങ്ങളൊക്കെയും ദൈവത്തിന്റെ വലിയ കരുതൽ കരുണ സാഹചര്യമൊക്കെയും അനുഭവിച്ചു നമുക്ക് നൽകിയ താഴ്ചയിൽ നമുക്ക് തണലേകി വീഴ്ചയിൽ നമ്മെ താഴെ വഴിനിർത്തിയ നമ്മുടെ കണ്ണുനീരൊക്കെയും ആ സ്വർഗീയ സന്തോഷത്താൽ നമ്മെ വിളിച്ചിരിക്കുന്ന നല്ല ദയക്കായി നമുക്ക് കൂടി ചേർന്ന് ജീവനോടുള്ള ക്രിസ്തുവിനെ ഘോഷിക്കാൻ നമ്മൾ കഴിയാൻ ചേർക്കാൻ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ നാവിനാലവനെ നാം ഘോഷിക്കാം അവനത്രേ പാപം ജീവനെയും വീണ്ടെടുത്തു അവനത്രേ പാപം ജീവനെയും വീണ്ടെടുത്തു Shall
സൃഷ്ടികളുമായി പുകഴുന്ന സൃഷ്ടാവിനെ സ്തുതിക്കുന്ന സർവ സൃഷ്ടികളുമായി പുകഴുന്ന സൃഷ്ടാവിനെ സ്തുതിക്കുന്ന ജീവിക്കുന്നവരെല്ലാം ഘോഷിച്ചിടും കൊണ്ടുവാവരെ ജീവിക്കുന്നവരെല്ലാം ഘോഷിച്ചിടും കൊണ്ടുവാവരെ യേശുനാഥ
Hallelujah.
Most gracious and loving Father, we praise and honor you, Lord, for this wonderful time which you have given us, Lord. Hallelujah. This Sunday morning, you Lord, will help us all to gather in thy presence and worship you, Lord. Hallelujah. Thank you for thy mighty presence amongst us, Lord. Hallelujah. Taking care of the worship service, Lord. Hallelujah. Lord, thank you, Lord. Thank you, Lord, for blessing each one of us, Lord. Hallelujah. Lord, we come into thy presence, Lord. Hallelujah. Lord, we are keeping our burdens aside, Lord. Hallelujah. So that you will take care of everything, Lord. Hallelujah. Make us all light and free, Lord, so that we can worship you in the truth and holiness, Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Lord, as we go further in the reading of the service, Lord. Hallelujah. There are some sermon service. There are our children are going to say the memory verses, Lord. Hallelujah. There are many activities which are planned up, Lord. Hallelujah. Every aspect of this meeting, Lord, should be controlled by thy Spirit, Lord. Hallelujah. We want your presence, Lord. Hallelujah. Lord, this is the first day of the week, Lord. Hallelujah. We need your presence. Without you, we are nothing, your Master. Hallelujah. Praise the Lord. We expect your presence, Lord. Hallelujah. Thank you, Jesus, for blessing our children. Thank you, Jesus, for blessing our elders, Lord. Hallelujah. Thank you for blessing pastors to lead this wonderful service, Lord. Hallelujah. Thank you for thy presence, Lord. We thank you, Lord. Hallelujah. Give us a grateful heart, Lord. Hallelujah. When we look around, Lord, that we see wars and troubles and tribulations, Lord. Hallelujah. In all these things, Lord, help us to have peace, Lord. The peace of Christ should reign over us, Lord. Hallelujah. Praise the Lord. Many of us are coming here with various questions. They need many needs. They have got many needs of their own, Lord. Whether spiritual or material needs, Lord. Hallelujah. Lord, all these things we put under thy feet, Lord. Hallelujah. We know that you are the Lord and a Father who is going to answer our prayers, Lord. Hallelujah. Especially we submit our children to thy hands, Lord. Their school, like they are help them to be great leaders, Lord. Hallelujah. And at the same time, Lord, as they worship you, Lord, give them the grace, Lord, to worship you in the truth and spirit, Lord. Hallelujah. Lord, help them to worship you in a pure spirit, Lord. Hallelujah. Expecting you to pour out the Holy Spirit unto them, Lord. Hallelujah. Lord, we come into thy presence with expectations, Lord. Hallelujah. Lord, please love us, Lord. Hallelujah. Do not forsake us, Lord. Hallelujah. Remove all our shortcomings from us, Lord. Hallelujah. Lord, take care of the rest of the meeting, Lord. Hallelujah. As we enter into the meeting, we submit all the aspects of the meeting under thy hands, especially sermon service, the translation ministry, all these things, Lord. Especially our children are going to speak, they are going to present the memory verses, and there is going to be songs in each worship service, everything, Lord. We submit all these things under thy hands. In Jesus' name we ask. Amen. പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 126 സങ്കീർത്തനം വാക്യപ്രതിഗാനമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 126, we will read that psalm responsibly and give glory to God. Psalm 126, 126 സങ്കീർത്തനം. Praise the Lord Jesus. യഹോവ സിയോനിൽ നിന്ന് പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. യഹോവ ഞങ്ങൾ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അടുത്ത വാക്യങ്ങൾ ചേർന്ന് വായിക്കാൻ കണ്ണുനീരോടെ പ്രതിജ്ഞയോടെ പോയി വിത്ത് ചുമന്ന് കരഞ്ഞും തെച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർക്കുണ്ടോ വരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം. ഇതുപോലെ കാലം അതിന്റെ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രതിജ്ഞിക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. Those who sow in tears shall reap shouts of joy. Hallelujah. Restore our fortunes, Lord. As we pray this prayer, the English choir will come forward and we are going to have a time of worship. The kids also will come forward. Hallelujah. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവേ തെക്കേ നാട്ടിലെ തോടുകളിലെ പോലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തി ഹല്ലേലൂയ ഞങ്ങളിൽ ഹല്ലേലൂയ പുതുമ ഉണ്ടാകുവാൻ പ്രൈസ് ദി ലോർഡ് restore our fortunes, Lord. Restore us, God. Let this be our prayer as we are going to spend some more time in the praise and worship. Hallelujah. Let us all, hallelujah, wholeheartedly worship our God. Hallelujah. ഒരുമിച്ച് ദൈവത്തെ പ്രേമനോട് ചേർന്ന് ആരാധന. Praise the Lord. As we get into worship today morning, let us surrender our hearts to the Lord. As we sing this old hymn, when we look into our lives while we live on this earth, we often face a lot of difficulties, a lot of troubles, a lot of challenges. And one thing this old hymn tells us is, God is the potter and we are the clay. God is trying to mold us to reflect His character and His love. He wants us to be just like Him. So let us surrender our hearts to Him and let us ask God to shape us, to mold us and make us according to His will.
Let's worship Him. Hallelujah. Praise God. Lost in
Hallelujah, hallelujah. Praise the Lord, praise the Lord. Let's continue to stay in the attitude of worship in our church. This next song that we are about to sing reminds us that this world is not our final home. We have a glorious promise that one day every tears will be wiped away. All pain will be gone forever. How comforting is that? Let's hold on to that as we sing this next song, Hymn of Heaven. Let's fix our eyes on Jesus. Let's lift our voices with total hope and celebrating this beautiful future that we have in Him. Let's worship together. How I long to breathe the air of heaven. The pain is gone and mercy fills the street. To look upon the one who bled to save me and walk with Him for all eternity.
lamp offering unto God. Hallelujah. Hallelujah. God is holy. Praise God. Gracious Lord, Heavenly Father, we thank you. Thank you, Lord, for helping us to worship in spirit and truth. Thank you, Lord, for declaring that, oh God, you are holy. Hallelujah. Be holy because you are holy. Hallelujah. This morning, we worship our holy God. Hallelujah. We glorify your holy name. Thank you, Lord, for hearing our prayers. In Jesus' mighty name we pray. Please be seated in the presence of God. Our kids will say the memory verses. Praise the Lord. For at just the right time, Christ will be revealed. For at just the right time, Christ will be revealed, the one of the blessed and almighty God, King of all kings, Lord of all lords. He alone can never die and lives in light, so brilliant that no human eye can see, nor ever will. All glory and power to him forever. Amen. Teach those who are rich in this world not to be proud and trust in money, which is so unreliable. Instead, their trust should be in God, who richly gives us all we need for our enjoyment. 1 Timothy 6, verses 15 to 17. Lord, you are our Father. We are the clay, you are the potter. Your hands made all of us. Isaiah 64, verse 8. Amen. Hallelujah. Praise the Lord. And behold, for I am coming quickly, and my reward is with me, to give to everyone within his works. I am the Alpha and the Omega, the beginning and the end, the first and the last. Revelation 22, verses 12 to 13. Amen. Praise God. Psalm 91, 1 to 8. He that dwells in the secret place of the Most High shall abide under the shadow of the Almighty. But saith the Lord, He is my refuge and my fortress, my God, in Him will I trust. Surely He shall deliver thee from the snare of the fowler, and from the noise of pestilence. He shall cover thee with His feathers, and under His wings shall thou trust. His truth shall be thy shield and our prayer. Thou shalt be afraid when terror night, not for the act of flood by day, not for destruction of waste, not for the pestilence that walketh in darkness, not for destruction that wasteth in noonday. 1,000 shall fall at thy side, and 10,000 shall fall at thy right hand, but it shall not come nigh thee. Only with thine eyes shalt thou behold and see the reward of the wicked. Amen. Praise the Lord. Hallelujah. Praise God. Psalm 119, verse 81 to 84. My soul faints for your salvation, but I hope in your word. My eyes have filled from searching your word, saying, when will you comfort me? For I have become like a worm in its will, yet I have not forgotten your statutes. How many are the days of your servant? When will you execute judgment on those who persecute me? Praise God. Hallelujah. Romans 15, verse 16. For the kingdom of God is not eating and drinking, but righteousness, peace, and joy in the Holy Spirit. For he who serves Christ in these things is acceptable to God and approved by men. Amen. Amen. Praise God. Do not let anyone look down on you because you are young, but set an example for the believers in speech, in conduct, in love, in faith, and in purity. 1 Timothy 4, verse 12. If you love me, keep my commandments. I will pray the Father, and He will give you another helper, that He may abide with you forever. The Spirit of truth, which the world cannot receive, because it neither sees Him nor knows Him. But you know Him, and He is dwelt in you, and He will be in you. I will not leave you orphans; I will come to you. John 14, verse 15 to 18. Amen. Matthew 6, verses 25 to 29. Therefore I tell you, do not worry about your life, what you will eat or what you will drink, or what you will wear. Is not life more than food, and the body more than clothing? Look at the birds of the air. They do not sow or reap or store away in barns, yet your heavenly Father feeds them. Are you not much more valuable than they? Can any of you add a single hour to your life by worrying? And do not worry about clothes. Look at the flowers of the field. Yet I tell you that they do not labor or spin, yet I tell you that not even Solomon in all his splendor was dressed like one of these. Psalm 30, verses 11 to 12. You have turned my mourning into dancing. You have removed my sackcloth and clothed me with righteousness. I will praise you and not be silent. O Lord my God, I will give thanks to you forever. For as the new heavens and new
the earth that I make shall run before me, says the Lord, so shall your offspring and your name remain. From new moon to new moon, and from Shabbat to Shabbat, all flesh shall come and worship before me, declares the Lord. Isaiah 66, verses 22 and 23. For if you walk in the light as he walks in the light, then you have fellowship with one another. For fellowship with one another. For the blood of Jesus cleanses us from all our sins. 1 John 1, verse 7. God bless you, hallelujah, praise the Lord, hallelujah, you have done a good job. God bless all of us, dear children. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതായി ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളെ കുഞ്ഞുങ്ങളുടെ മേൽ നീട്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഹല്ലേലൂയ എപ്പോഴും നിലനിൽക്കേണ്ടതിനായി ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളർന്നു വരുവാൻ കർത്താവിടെ ആകട്ടെ. ഈ ഒരാഴ്ചയിൽ നമ്മുടെ പല കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് മടങ്ങി പോകുവാൻ, പല കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി സ്കൂളിൽ പോകുവാൻ, പുതിയ ക്ലാസ്സുകളിലും പുതിയ സ്കൂളുകളിലൊക്കെ ആയി ഇടയായി. Let us pray that they shall adjust with the new situations they are. Let us pray for the new chapters in their life. അവരുടെ ജീവിതങ്ങളിലെ പുതിയ ഏടുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് അനുഗ്രഹമായിരിക്കാൻ ബുദ്ധിയോടെ പരിജ്ഞാനത്തോടെ ദൈവകൃപയോടെ പത്യോപദേശത്തിൽ ഹല്ലേലൂയ ദൈവസ്നേഹത്തിൽ ദൈവത്തെ ഹൃദയമായി സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർത്തപ്പെടേണ്ടത്. Let us pray that our children shall stand for the kingdom of God. Hallelujah. Let the love of God be reflected in and through their lives. Wherever they are, wherever they stand, let them stand for as a light, hallelujah, of the gospel to those people whom they are dealing with, whom they are facing. Hallelujah. Let us pray. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ സഹോദരിയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്നേഹനായ ദൈവമേ, സ്തുതിക്കപ്പെട്ട അവകാശം കൂടെ താളുകളെ സമർപ്പിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ബച്ച എന്നെ വാക്കിട്ട് പറയാൻ പൈതങ്ങളെ ബലപ്പെടുത്തിയല്ല ബച്ച അവരുടെ പോക്കിലൊക്കെ പോകുമ്പോഴും വരുമ്പോഴെല്ലാം കർത്താവ് നിങ്ങളെ പരിപാലിക്കുമാറാണമേ. നഷ്ടങ്ങളോടും ദുഃഖങ്ങളിന്നെല്ലാം കർത്താവ് നിങ്ങളെ വിടുവിക്കുമാറാണമേ. ആരോഗ്യത്തോടും കർത്താവെ കാര്യങ്ങളെ പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിച്ച് ജ്ഞാനം പരിജ്ഞാനം വേണ്ടിയുള്ള കുഞ്ഞുങ്ങളെ വളർന്നു വരുവാൻ ദൈവങ്ങളെ സഹായിക്കുമാറാണമേ. ലോകത്തിലെ യാതൊരു മാലിന്യങ്ങൾ വരുത്തുവാൻ അനുവദിക്കാതെ കർത്താവ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നഷ്ടമായി തീരുവാൻ അനുവദിക്കാതെ കർത്താവ് ഫലം കഴിക്കുവാൻ ദൈവമേ ഇടയാക്കുമാറാണമേ. പൈതങ്ങളെ കാണുന്നവരും വാസ്തവമായ ക്രിസ്തുവിനെ കാണത്തക്കവണ്ണം ദൈവമേ അവരുടെ ജീവിതം മൂലം ഇടയാക്കുമാറാണമേ. അനേകർക്ക് പ്രയോജനമുള്ള പൈതങ്ങളായി വളർന്നു വരുവാൻ ദൈവമേ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിച്ച സഭയ്ക്ക് ദേശത്തിന് കുടുംബങ്ങൾക്കൊക്കെ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ ദൈവമേ എന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വെച്ചാൽ എല്ലാവിധ അനുഗ്രഹങ്ങളാലും കർത്താവ് കുഞ്ഞുങ്ങളെ നിറയ്ക്കുമാറാണമേ. ഈ സാന്നിധ്യത്തിന്റെ മറവിൽ കർത്താവെ മറയ്ക്കുമാറാണമേ വെച്ചാൽ ദൈവമേ സ്തോത്രം പ്രാർത്ഥനയായിട്ടുണ്ടായി സ്തോത്രം കർത്താവായ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ കേൾക്കണേ സുഖിപ്പിതാവേ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ ദൈവത്തെ സ്തുതിക്കാം. God bless you. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ന ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയല്ലോ. ദൈവത്തിന്റെ എല്ലാ വിശ്വസതയ്ക്കായി ദയയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. നാം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ 126 സങ്കീർത്തനം ആരോഹണ ഗീതമായി നാം തലക്കെട്ടിൽ കാണുന്നു. The songs of ascents. Praise God. The songs of ascents are songs that are sung when they climb the temple in Jerusalem, to go to Jerusalem, to the temple of Jerusalem to worship God. Usually they do it for the festivals. ഉത്സവങ്ങളുടെ സമയത്താണ് സാധാരണയായി ജനം പ്രത്യേക പെസഹ പെരുന്നാളിന്റെ സമയത്ത് ഇവിടെ എല്ലാവരും കുടുംബത്തിൽ നിന്ന് സ്തോത്രം തലമുറകൾ സ്തോത്രം പ്രത്യേക കുടുംബമായും ഒക്കെ അവർ യെരുശലേമിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും യെരുശലേം ദേവാലയത്തിൽ പോയി എല്ലാ യഹൂദ പുരുഷന്മാരും കുടുംബാംഗങ്ങളും ആരാധിക്കണം. ഒരിക്കലെങ്കിലും പോകണമെന്നാണ് സ്തോത്രം. വർഷത്തിൽ പല പ്രാവശ്യം പോകുന്നവരുണ്ട്. എന്നാൽ പെസഹായുടെ പെരുന്നാളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവത്തെ ആരാധിക്കാൻ ആലയത്തിലേക്ക് കടന്നു വരുന്ന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. അല്ലാത്തപ്പോഴൊക്കെ അവർ കൂടി വരുന്നത് അവർ പല ദേശങ്ങളിൽ ചിതറപ്പെട്ടവരായതുകൊണ്ട് അവിടെയുള്ള സിനഗോഗുകളിൽ അവർ ദൈവത്തെ ആരാധിക്കുകയും ദൂരദേശത്തുള്ളവർ ഒരുപക്ഷെ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് യെരുശലേം ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 126 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ ആരോഹണ ഗീതങ്ങളിലെല്ലാം ഇസ്രായേലിനെ ദൈവം നടത്തിയ ചരിത്രമാണ് പാടുന്നത്. They always sing
the history of Israel through the songs of ascent. And those songs will give them a great reason to go to the presence of God and worship God. Hallelujah. ഈ ഗാനങ്ങളിലെല്ലാം നിൽക്കുന്നത് എന്തിനാണ് ഞങ്ങൾ ആലയത്തിലേക്ക് പോകുന്നത്? നാം മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം സന്തോഷിച്ചു. Praise the Lord. Hallelujah. The songs of ascent always give us the reason why we need to go to the church, why we need to go to the presence of God, and that all are relying on the history of the Israel, especially what God has done for them. Praise the Lord. What God has done for them even when they were going through very hard situations in their life. Praise the Lord. അവരുടെ ജീവിതത്തിൽ അവർ വെല്ലുവിളികളിലൂടെ, പ്രവാസത്തിലൂടെ, കണ്ണുനീരിലൂടെ, കഷ്ടതയിലൂടെ ഒക്കെ പോയപ്പോൾ ദൈവം അവരെ വീണ്ടെടുത്ത വിധങ്ങളാണ് സ്തോത്രം ഈ യാത്രയിൽ അവർ പാടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ 126 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും, യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ. They went to exile. Praise the Lord. We know that. They went to slavery because of their sins. But God has made them come back into the land of Israel. ദൈവം അവരെ സിയോന്റെ പ്രവാസികളെ, ഇസ്രായേൽ ജനത്തെ മടക്കി വരുത്തി. Praise the Lord. പറയുകയാണ്, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. We couldn't believe that it is real. Praise God. Because all the nations around them, സർവ്വജാതികളും, അവർക്ക് ചുറ്റുമുള്ള സർവ്വജാതികളും പറഞ്ഞു ഇനിയും ഇവർക്കൊരു മടങ്ങി വരവില്ല. സ്തോത്രം. ഇനിയും ഇവർ രക്ഷപ്പെടുകയില്ല. അത്രമാത്രം ഇവരുടെ ദൈവം ഇവരെ ശിക്ഷിച്ചു. സ്തോത്രം. ഇനിയും ഇവർക്ക് ഒരിക്കലും ഒരു ചിരി ഉണ്ടാകത്തില്ല. ഇനി ഈ രാജ്യത്തിന്റെ പേര് ഹല്ലേലൂയ ഭൂപടത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവരുടെ മടങ്ങി വരവിൽ അവർ പറയുന്നത് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ പല അടഞ്ഞ അധ്യായങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടിട്ട് ഹല്ലേലൂയ സ്വപ്നം കാണുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത് ഇന്ന് രാവിലെ കാലം ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. Just like you're dreaming, hallelujah. One by one things are being happened, hallelujah. നമ്മൾ വിചാരിച്ചു there is no answer for this prayer, but God has provided ways open to us. Praise God. This morning when you are sitting in the presence of God, we shall not sit silent, mum in the presence of God, but we have to open our mouths and praise God. Hallelujah. നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങൾ സഹിതം ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കാരണം നാം ആയിരിക്കുന്നത് ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തിയുടെ we are here hallelujah as a result of the miraculous work that God has done in our lives. Hallelujah. Praise the Lord. Don't take it as a general statement. Be specific upon your blessing. Hallelujah. Count your blessings. Praise God. One by one count them. Hallelujah. And give thanks to Lord. Hallelujah. Because He deserves all glory and praises. Hallelujah. Praise the Lord. ഇവിടെ പറയുന്നു മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ. At the same time, that is their response, but the response of the nations is also written over there. Hallelujah. What is that? We can see very clearly. Hallelujah. വായിച്ചാട്ടെ സ്തോത്രം. Hallelujah. രണ്ടാമത്തെ വാക്യം വായിച്ചാട്ടെ സ്തോത്രം. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അങ്ങ് പറഞ്ഞു. Praise the Lord. Hallelujah. ഇതായിരുന്നു ജാതികളുടെ പ്രതികരണം. ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങൾ, ദേശക്കാർ സ്തോത്രം ഹല്ലേലൂയ അവർ പ്രതികരിച്ച പ്രതികരണമാണ് നാം കാണുന്നത്. സ്തോത്രം. What was the response from the nations? The Lord has done great things for them. Praise God. Hallelujah. നമുക്ക് പലപ്പോഴും നമ്മുടെ ഇടയിൽ ചെയ്ത കാര്യങ്ങളൊന്നും വൻ കാര്യങ്ങളല്ല. സ്തോത്രം. അല്ലേ? ഇന്നലെ ഞാൻ പോയിട്ട് പറഞ്ഞതുപോലെ പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും സമയമാകുമ്പോൾ വിസ കിട്ടും. സ്തോത്രം. അന്ന് പ്രശ്നമുള്ള കാര്യമില്ല. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും സമയമാകുമ്പോൾ കല്യാണം നടക്കും. പിള്ളേരുടെ നടക്കാനുള്ളതാണെങ്കിൽ സ്തോത്രം. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും സമയമാകുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകും. അതൊക്കെ നോർമൽ പ്രോസസ്സാണ്. സ്തോത്രം. അല്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പിള്ളേരുണ്ടായി, പക്ഷെ അബ്രഹാമിനും കുഞ്ഞുങ്ങളുണ്ടായി. പക്ഷെ അതിന് വ്യത്യാസമുണ്ട്. സ്തോത്രം. അല്ലേ? ലോകത്തിന് മക്കളുണ്ടായി, അബ്രഹാമിന് മക്കളുണ്ടായി. പ്രൈസ് ദി ലോർഡ്. വ്യത്യാസമുണ്ട്. സ്തോത്രം. എല്ലാവർക്കും നന്മ ലഭിക്കും. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും ദൈവം ഇല്ലാത്തവനും നന്മ ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ലഭിക്കുന്ന നന്മയ്ക്ക് പിന്നിൽ ഒരു വലിയ ദൈവത്തിന്റെ കരമുണ്ട്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പറയാറുണ്ട്, ദൈവമേ നീ ഞങ്ങളുടെ നന്മയ്ക്ക് ഉത്തരവാദിയാണ്. ഹല്ലേലൂയ.
Praise the Lord. എത്ര ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? പലപ്പോഴും പലരുടെ മനോഭാവം ഇത്, അമേരിക്കയിൽ വന്ന പലരുടെയും മനോഭാവം ഇതാ. സ്തോത്രം, ഇതൊക്കെ സ്വതവേ ഇനി വന്നതാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതിലെ വൻ കാര്യങ്ങളായി. സ്തോത്രം, പലപ്പോഴും the greatness of the blessings that we enjoy in the presence of God, hallelujah, the marvelous deeds of our God, hallelujah, what God has done for us, God has architected, hallelujah, something so unique for you and me, hallelujah. എനിക്കും നിനക്കും വേണ്ടി ദൈവത്തിന്റെ കയ്യാൽ നെയ്തെടുക്കപ്പെട്ട ചില പ്രത്യേക അനുഗ്രഹങ്ങൾ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ മഹത്വം, അതിന്റെ മഹാത്മ്യം, അതിന്റെ പ്രത്യേകത ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്കിടയാണ്. ഹല്ലേലൂയ. അതാണ് ദൈവജനത്തിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. മറ്റു പലരും യുദ്ധങ്ങൾ പിടിക്കപ്പെട്ടു പോയ രാജ്യങ്ങളുണ്ട്, മറ്റു പലരും മടങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ജനം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആലയത്തിലേക്ക് ആരാധനയ്ക്കായി കടന്നു പോകുമ്പോൾ അവരുടെ നാവിൻ തുമ്പിൽ അവർ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് അവർ പറയുകയാ, യഹോവയെ ഞങ്ങളെ മടക്കി വരുത്തിയത്, യഹോവയുടെ കരമായി ഞങ്ങളെ നടത്തിയത്, ഹല്ലേലൂയ, ഞങ്ങൾ വൻ കാര്യങ്ങളെ ചെയ്ത ഒരു അദൃശ്യമായ കരം ഞങ്ങൾക്കുണ്ട്. ഇത് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. Praise the Lord, hallelujah. ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ ദൈവസ്ഥലിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടെ വിളിച്ചു പറയുമ്പോൾ അതിന്മേൽ ഒരു ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി ആവശ്യിക്കുക. അത് ഒരു നന്മയായിട്ടിരിക്കുകയല്ല, നന്മയ്ക്കായി ഒരു അടയാളമായി അത് മാറുകയാണ്. ഹല്ലേലൂയ. Praise the Lord. It will stand as a signpost for you and me. Hallelujah. It will stand as a signpost for the nations. Hallelujah. It will stand as a warning sign for nations. Hallelujah. മറ്റു പലരുടെ ജാതികൾക്ക് ഒരു സാക്ഷ്യമായി തീരുവാൻ, ജാതികൾക്ക് ഒരു വെളിച്ചമായി തീരുവാൻ, ജാതികളെ കൊണ്ട് യഹോവയുടെ നാമം അവരുടെ നാമങ്ങൾ എടുപ്പിച്ച് അവരുടെ ദൈവം അവർക്ക് വേണ്ടി ഇപ്രകാരം ചെയ്തു എന്ന് പറയിപ്പിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കാതെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തു. ഹല്ലേലൂയ. Praise the Lord. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അവർ പറയുന്നത് കേട്ടപ്പോൾ they are also supporting that statement. Hallelujah. The people of Israel, those who are saying this songs of us, hallelujah, അവർ മല കയറുമ്പോൾ ഒരുമിച്ചായി പാട്ട് പാടുന്നത്. സ്തോത്രം. ഒരാൾ പാടുമ്പോൾ ഗാനപ്രതിഗാനമായി മറ്റുള്ളവർ ഏറ്റുപാടി. ഹല്ലേലൂയ. മല കയറുന്ന ആ ഒരു സ്തോത്രം വളരെ ശ്രമകരമായ ആ ഒരു പ്രവൃത്തിക്ക് അല്പം ആശ്വാസം, വളരെ ആശ്വാസം നൽകുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ആലയത്തിൽ പോകേണ്ടതിനുള്ള ഹല്ലേലൂയ കാരണം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അവർ കല്ലും മണ്ണും ചവിട്ടി കയറി പോകുന്ന ആ സ്തോത്രം ക്ലേശകരമായ യാത്രയെ മറന്നിട്ട് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് അനുഭവിക്കാൻ പോകുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വത്തെ ഓർത്ത് അവർ ആലയത്തിലേക്ക് പോവുകയാണ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, we need to have a reason to worship God. Hallelujah. Praise the Lord. But the truth is that we already have thousands and thousands of reasons to praise God. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് സ്തുതി കരയേറ്റുവാൻ, സ്തോത്രം, നമ്മള് വിഷമം പറയുന്ന, പരാധീനത പറയുന്ന, പരാതി പറയുന്ന നമ്മളുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെക്കാൾ എത്ര മടങ്ങ്, 1000 മടങ്ങ് അപ്പുറമാണ് ദൈവം ചെയ്ത ഉപകാരങ്ങൾ. നമുക്ക് ഒത്തിരി പരാതികൾ ഇതുപോലെ കിടക്കണം. കർത്താവേ അതിൽ ഇതില്ല, ആ പ്രശ്നം ഇങ്ങനെ ആയിരുന്നു നല്ലതായിരുന്നു, അങ്ങനെ ആയിരുന്നു നല്ലതായിരുന്നു, ഇതൊക്കെ പറയുന്നത് കാണും. ഹല്ലേലൂയ. തുലാസിന്റെ ഒരു തട്ടിൽ പരാതികൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ മറ്റേ തട്ടിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ മറ്റു പലരെക്കാളും ശ്രേഷ്ഠമായി ദൈവം നമ്മെ നടത്തുന്നത് തുലാസിന്റെ അടുത്ത തട്ടിൽ ഹല്ലേലൂയ താണിരിക്കുമ്പോൾ ഇത് കാണുന്ന, ഹല്ലേലൂയ ഇത് മനസ്സിലാക്കുന്ന, ഇത് തിരിച്ചറിയുവാൻ ബോധമുള്ള ദൈവജനം ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ ഹല്ലേലൂയ മാറി മറിയുക. പ്രൈസ് ദി ലോർഡ്. കാർമേഘ പടലങ്ങൾ മാറി മറിയുന്നത് പോലെ സൂര്യന്റെ വെളിച്ചത്തിൽ ഹല്ലേലൂയ പ്രകാശത്തിൽ കാർമേഘങ്ങൾ മാറി മറിയുന്നത് പോലെ ഹല്ലേലൂയ കുറേ സമയത്തേക്ക് മാത്രം കാർമേഘ പടലങ്ങൾക്ക് സൂര്യന്റെ രശ്മികളെ തടയുവാൻ കഴിയും, പക്ഷെ എന്നേക്കുമായി അതിനോട് നിൽക്കുവാൻ കഴിയത്തില്ല. ഈ കാർമേഘ പടലം മാറിപ്പോകും. ഹല്ലേലൂയ. പ്രകാശം തെളിയും. ഉദയ സൂര്യ ശോഭ നിന്റെ ജീവിതത്തിൽ ഉദിച്ചു വരും. എത്ര പേർ പകൽക്കാലം വിശ്വസിക്കുന്നു? കണ്ണുനീർ എല്ലാ കാലം നിൽക്കത്തില്ല. കണ്ണുനീര് തുരുത്തി ആക്കി വെക്കുന്നൊരു സമയമുണ്ട്. നിന്റെ മറുപടിയുമായി എന്റെ കർത്താവ് നിനക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു സമയമുണ്ട്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഇതുപോലെ കാലം ദൈവത്തിന്റെ പ്രവർത്തിക്കുക, അത് ആഴമേറിയ പ്രവർത്തിയാകുകയാണ്. ഇതുപോലെ കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുന്നുണ്ട്. Restore our fortunes. Hallelujah. Praise the Lord. Restore our fortunes like the streams of Negev. Hallelujah. Praise the Lord.
റെസ്റ്റോർ അവർ ഫോർച്യൂൺസ് എന്ന വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ഒന്ന് ഉദ്ധരിക്കണമേ. ഉദാഹരണങ്ങൾ ദൈവമായ യഹോവേ ഞങ്ങളെ ഉദ്ധരിക്കണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ തെക്കേ നാട്ടിലെ തോടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ തോടുകൾ നിറയുന്നത് മഴ പെയ്തിട്ടല്ല. സ്തോത്രം. ആ തോടുകൾ നിറയുന്നത് മറ്റൊരു സ്രോതസ്സും കൊണ്ടല്ല. ആ തോടുകൾ പെട്ടെന്ന് നിറയും. ഹല്ലേലൂയ, സ്തോത്രം. ഇതെങ്ങനെ ചോദിച്ചാൽ മലമേൽ ഹെർമോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞിന്റെ ഹല്ലേലൂയ ആ മഞ്ഞുരുകി വന്നാണ് ഈ തോടുകൾ നിറയുന്നത്. ആർക്കും ഒന്നും കാണുകയില്ല. പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ വരുന്നത് പോലെ നമുക്കറിയാം. പലയിടങ്ങളിലും നമുക്കറിയാം. സ്തോത്രം. നമ്മുടെ നാട്ടിലും പല ദേശത്തും ഒക്കെ പെട്ടെന്ന് സഡനായിട്ട് വെള്ളം ഇരച്ചു വരും. ആരും പ്രതീക്ഷിക്കത്തില്ല. കാരണം ആരും മഴയില്ല, കാറ്റില്ല, ഒന്നുമില്ല. എന്നാൽ വെള്ളം ഇങ്ങനെ ഇരച്ചു വരും. എന്തുകൊണ്ടെന്നറിയാമോ? ഈ വെള്ളത്തിന്റെ യാത്ര തുടങ്ങിയിട്ട് കുറെ നാളായി. സ്തോത്രം. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴാണ് നാം അറിയുന്നത്. സ്തോത്രം. തെക്കേ നാടുകളിലെ തോടുകളുടെ പ്രത്യേകത മഞ്ഞുരുകിയുള്ള വെള്ളമാണ്. സ്തോത്രം. അത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ വെയിലിന്റെ ചൂടടിച്ചിട്ട് പർവ്വതത്തിലെ മഞ്ഞ് ഉരുകി വന്ന് സ്തോത്രം ഈ തെക്കേ നാട്ടിലെ തോടുകൾ നിറങ്ങി. അത് പെട്ടെന്നാണ്. സ്തോത്രം. പ്രതീക്ഷിക്കാത്ത സമയത്ത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ചെയ്ത പ്രാർത്ഥനകൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ യഹോവയുടെ പർവ്വതത്തിലേക്ക് പോയിട്ട് തക്ക സമയത്ത് ഹല്ലേലൂയ ആ പ്രാർത്ഥനയുടെ മറുപടിയുടെ സമയമാകുമ്പോൾ കർത്താവ് അതിനെ ഒഴുകുകയാണ്. ഹല്ലേലൂയ. സ്വപ്നം കാണുന്നവരെ പോലെ പെട്ടെന്ന് ചില ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്നോ വിചാരിക്കരുത്. ഇത് മാജിക്കാന്ന് വിചാരിക്കരുത്. ഇത് സ്വതവേ ഹല്ലേലൂയ പലപ്പോഴും സ്വതവേ എന്ന് പറയാമെങ്കിലും സ്വതന്ത്രം കാര്യങ്ങൾ നടന്നു പോകുന്നത് പോലെ സ്വതന്ത്രം നടന്നതാണെന്ന് വിചാരിക്കരുത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇതൊക്കെ അതിന്റെ സമയത്ത് നടന്നോളും എന്ന് വിചാരിച്ച ആ മനോഭാവത്തോടെ നമ്മുടെ അനുഗ്രഹങ്ങളെ നാം സമീപിക്കരുത്. Don't approach your blessings, don't approach your deliverance like the worldly people do. Hallelujah. Praise God. Name it. Praise God. Name it. Talk to your blessings. Hallelujah. ഇതുപോലെ എത്ര പേർക്ക് അനുഗ്രഹങ്ങളെ നോക്കി സംസാരിക്കാൻ കഴിയും? എത്ര പേർക്ക് അനുഗ്രഹങ്ങൾക്ക് പേരിട്ട് വിളിക്കാൻ കഴിയും? എത്ര പേർക്ക് ഹല്ലേലൂയ പഴയ നിയമ പിതാക്കന്മാരുടെ ജീവിതം നോക്കിയേ. അവർ ഓരോ വിടുതലിനും മുൻപാകെ യഹോവയുടെ നാമം ചേർത്ത് യഹോവ ഇരേ, യഹോവ നിസ്സി, യഹോവ എബെനേസർ എന്ന് പേരിടുമായിരുന്നു. ഓരോ ജീവിതാനുഭവങ്ങൾക്കും അവർക്ക് പേരുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒരു നാഴികക്കല്ലായി നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടുമ്പോൾ സ്വന്തം പലരും ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചാ പേരിടുന്നത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ചെയ്ത പ്രവൃത്തികൾ, അതിനെ ഓർപ്പിക്കുന്ന പേരുകൾ തലമുറകൾക്കിടാറുണ്ട്, ഭവനങ്ങൾക്കിടാറുണ്ട്, ചർച്ചകൾക്കിടാറുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് അറിയാമോ? I am naming my blessings. Hallelujah. I would like to name my blessings. Hallelujah. I would like to make it so unique. Hallelujah. ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവവുമായി സംസർഗം ചെയ്ത എന്റെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അനുഗ്രഹത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. അതുകൊണ്ട് ഹന്ന ശമൂവേൽ എന്ന് കേട്ടത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നാം പ്രാപിച്ച അനുഗ്രഹങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പേരിട്ട് ഹല്ലേലൂയ അതിന്റെ പ്രത്യേകത ഹല്ലേലൂയ സ്തോത്രം അത് ഉള്ളിടത്തോളം കാലം നിലനിൽക്കുവാൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ പോയി. കണ്ണുനീർ വിതയ്ക്കുന്നത് ഒരിക്കലും ദുഃഖകരമായ ഒരു കാര്യമല്ല. സ്തോത്രം. Sowing, there is nothing sad about sowing a seed. Hallelujah. It takes no more work than reaping. Hallelujah. Praise the Lord. The days can be beautiful. Hallelujah. The psalmist says in tears, hallelujah, we sow. കണ്ണുനീരോടെ ഞങ്ങൾ വിതയ്ക്കുന്നു. Praise the Lord. Hallelujah. Many times tears can be produced. The reason of the tears can be something, hallelujah, so hard that has happened in our life. Praise the Lord. Praise the Lord. The tears is not because they had to sow. അവർക്ക് വിതയ്ക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടല്ല സ്തോത്രം അവർ കരയുന്നത്. But there is something else. It is the reason behind the cry at the time of sowing. Praise the Lord. Hallelujah. Praise the Lord. But one thing is very sure. Hallelujah. Sowing is simply the work that has to be done, even when there are things in our life that make us cry. Praise the Lord. നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിനെ ഉളവാക്കുന്ന സംഗതികൾ നിലനിൽക്കുമ്പോൾ വിതയ്ക്കാൻ നാം മടിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവും. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞു നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുനീർ പലപ്പോഴും നമ്മളെ പല പ്രവൃത്തികളിൽ നിന്നും നമ്മെ നിർത്തിക്കളയും. സ്തോത്രം. നമ്മെ തടസ്സം ചെയ്യും. ഹല്ലേലൂയ. നമുക്കറിയാം കണ്ണുനീർ എന്ന് പറയുന്ന സാധനം കരയുന്ന അവസ്ഥ നമ്മൾ തീരുമാനം ചെയ്യുന്ന കാര്യമല്ല. സ്തോത്രം. അല്ലേ? നമ്മൾ തീരുമാനം ചെയ്ത കാര്യമല്ല. ഇറ്റ് കംസ് ഓൾ ഓഫ് എ സഡൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വൈകാരിക വികാരം വളരെ അണമുട്ടി ഒഴുകുന്നതാണ് കണ്ണുനീർ. സ്തോത്രം. കണ്ണുനീർ ഒരിക്കലും വരുന്നത് നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കരയണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചാലും കരയാറില്ല. സ്തോത്രം. നാളെ ഈ സമയത്ത് കരയണം എന്ന് പറഞ്ഞ് ആരും കരയാറില്ല. സ്തോത്രം.
Tears happens abruptly. Tears happen. Many times we try to control it. പലർക്കും പരസ്യമായി കരയുന്നത് മറ്റുള്ളവർക്ക് കരയുന്നത് ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാം? കരഞ്ഞു പോകും. Many times it is an embarrassing thing, but we cannot help it. ഇവിടെ കണ്ണുനീരോടെ അവർ വിതയ്ക്കുക. Praise the Lord. കണ്ണുനീരോടെ അവരുടെ കണ്ണുനീരിന്റെ പിന്നിൽ മറ്റ് പല കാരണങ്ങളുണ്ട്. സ്തോത്രം. കണ്ണുനീരോടെ വിതച്ച മണ്ഡലമുണ്ട്. പ്രവാസത്തിലായിരുന്നപ്പോൾ അവർ വിതച്ചു. ഹല്ലേലൂയ. Praise the Lord. കണ്ണുനീരോടെ അവർ വിതച്ച പല ജീവിത സാഹചര്യങ്ങളുണ്ട്. But one thing is very sure, even when, hallelujah, there are things in life that make us cry, do not stop sowing. Hallelujah. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. Praise the Lord. Hallelujah. ഏറിയ നാൾ കഴിഞ്ഞ് അത് മടങ്ങി വരും. Praise the Lord. ഇന്ന് പകൽക്കാലം പലരും വിചാരിക്കുന്നത് ഒരു കാര്യമുണ്ട്. സ്തോത്രം. There are seasons in our life. Hallelujah. There are ups and downs in our life. But one thing the word of God admonishes us, encourages us this morning, don't stop sowing the seed. Hallelujah. Praise the Lord. Do not stop. Do not, hallelujah. Praise the Lord. Take out your hands from sowing. Hallelujah. The crops won't wait while we finish our grief and solve the problems. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞ് വിതയ്ക്കാൻ നോക്കിയിരിക്കില്ല കേട്ടോ. സ്തോത്രം. അതിന് പോലെ വാക്യമുണ്ട്, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല. സ്തോത്രം. Hallelujah. പ്രിയമുള്ളവരെ, if we are going to eat next winter, we must get out in the field and sow the seed, whether we are crying or not. Hallelujah. Praise the Lord. എന്റെ സമയം ശരിയാണെങ്കിലും അല്ലെങ്കിലും ദൈവപ്രവൃത്തിക്ക് ഞാൻ കരം വലിക്കരുത്. Hallelujah. Praise the Lord. If you do that, the psalmist gives us a promise, you shall reap with shouts of joy. Hallelujah. ആർപ്പോടെ നീ, hallelujah, കൊയ്യുന്ന ഒരു കാലമുണ്ട്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ കണ്ണുനീരിന്റെ സമയത്തും, hallelujah, കാര്യങ്ങൾ, hallelujah, എനിക്ക് യോഗ്യമല്ലാതിരിക്കുമ്പോഴും, hallelujah, നാലുപാടും ഞെരുക്കമുള്ളപ്പോഴും, hallelujah, നിങ്ങൾ ദൈവത്തോട് പിണങ്ങിയിരിക്കരുത്. hallelujah, നിങ്ങൾ കൂട്ടായ്മകൾ മുടക്കരുത്, വാശി പിടിക്കരുത്. ദൈവസന്നിധിയിൽ നീ വിതയ്ക്കുന്നത് വിത്താണെങ്കിൽ, hallelujah, നീ വിതയ്ക്കുന്നത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ, നീ വിതയ്ക്കുന്നത് പ്രാർത്ഥനാ മുറിയിൽ നിന്റെ കണ്ണുനീരോടുകൂടിയാണെങ്കിൽ നിനക്കൊരു കൊയ്ത്തുണ്ട്. എത്ര മണി ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും എന്ന് പകൽക്കാലം. Hallelujah. Praise the Lord. Many times, hallelujah, we don't feel like sowing. Hallelujah. We don't feel like praying. Many times we feel like giving up. Praise God. This morning I would like to encourage each and every one of you. Hallelujah. Praise the Lord. We keep on sowing. Hallelujah. Praise the Lord. There is no season for us. നമുക്ക്, hallelujah, കൊയ്ത്തിനും വിതയ്ക്കും, hallelujah, വിതയ്ക്കുന്നതിനും കൊയ്ത്തിനും ഒക്കെ ഒരു കാലം. സ്തോത്രം. And for a child of God, hallelujah, every time, every season, in season and out of season, let us sow the seed. Hallelujah. Praise the Lord. Hallelujah. That shall be an encouraging word. Hallelujah. Many times sowing shall be just your presence. Praise the Lord. നിങ്ങളുടെ സാന്നിധ്യമായിരിക്കും. Praise the Lord. But it can make a difference. It can make a difference. എത്രകൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാവും. Hallelujah. പലപ്പോഴും നമ്മളൊന്ന് കടന്നു ചെല്ലുന്നതായി just showing up. Praise God. Hallelujah. പലപ്പോഴും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ സന്ദർഭത്തിൽ നാം അവിടെ ആയിരിക്കുക എന്നുള്ളതായിരിക്കും. യോബിന്റെ വീട്ടിലേക്ക് തന്റെ സുഹൃത്തുക്കൾ വന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് യോബ് ഇരിക്കുക. ഇവര് വന്നിട്ട് ഒരാഴ്ച ഇവര് മിണ്ടിയില്ല. ഹല്ലേലൂയ. ഒരാഴ്ച ഇവർ അന്യോന്യം മിണ്ടുന്നില്ല. ഇവര് ഈ ദുഃഖത്തിന്റെ ആഴം അത്രമാത്രമാണ്. സ്തോത്രം. എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. സ്തോത്രം. That is a culture of that land also. Praise the Lord. They just come there. നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? സ്തോത്രം. നമുക്ക് എത്ര പ്രശ്നത്തിലൂടെ കടന്നു നാളെ നമ്മൾ ആദ്യം കാണുമ്പോൾ ഒന്ന് ഹഗ് ചെയ്ത് സ്തോത്രം ഒന്ന് പ്രൈസ്തലോട് പറയുകയെങ്കിലും ചെയ്യും. പക്ഷെ അവരെന്ത് ചെയ്തു? അന്യോന്യം ഒന്നും സംസാരിക്കാതെ ഒഴിരുന്നു. That was the purpose that God has for them. Hallelujah. അവിടെ ചെല്ലുക, അവിടെ ഇരിക്കുക. Hallelujah. ആരാധനാലയത്തിൽ ചുമ്മാ ഇരിക്കില്ല കേട്ടോ. സ്തോത്രം. Hallelujah. ആരാധനാലയത്തിൽ നീ വന്നാൽ ദൈവത്തെ സ്തുതിച്ചോണം. Praise the Lord. നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തയോടെ ദൈവത്തെ സ്തുതിച്ചോണം. മൗനമായ ദിവസത്തിൽ ഇരിക്കരുത്. നമുക്ക് എന്നും ഇവിടെ വരാൻ കഴിയത്തില്ല. Hallelujah. കടന്നു വരുവാൻ കഴിയുന്നിടത്തോളം, കടന്നു വരുവാൻ ആരോഗ്യമുള്ളിടത്തോളം എന്റെ ദൈവത്തിന്റെ മുഴുവൻ മഹത്വം, എന്റെ ദേഹം ദേഹിയാത്മാവ് സമൂലം ദൈവസന്നിധിയിൽ Hallelujah മഹത്വം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ ഉയർന്ന പറയുക. Praise the Lord. There is, hallelujah, there can be sadness. Hallelujah. Praise the Lord. There can be, hallelujah, there can be hard times in our life. Hallelujah. But there are times where we need to do our job, where we need to do our studies. Hallelujah. We need to do our responsibilities with tears. Hallelujah. But one thing is very sure, you shall reap the harvest with rejoicing. Hallelujah. It's this morning, let us have that assurance in the presence of God. നമുക്ക് ആ ഉറപ്പിന് പ്രാപിച്ച് പകൽക്കാലം ദിവസങ്ങളിൽ പോകാം. കർത്താവേ, ഹല്ലേലൂയ, വിതയ്ക്കുവാൻ കഴിയാത്ത
കഴിയാത്ത അവസ്ഥയിൽ പ്രതികൂലങ്ങൾ നിറയുമ്പോൾ വിത്തിന്റെ കയ്യിലുണ്ടെങ്കിലും ഹല്ലേലൂയ അതിനെ വിതയ്ക്കുവാൻ കഴിയാതെ, അതിനെ മണ്ണിലേക്ക് വെക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ അതിന്റെ അനുഭവത്തെ, അതിന്റെ നന്മയെ ഹല്ലേലൂയ തക്ക സമയത്ത് അനുഭവിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിൽ ശത്രു നാലുപാടും വഴിയടയ്ക്കുമ്പോൾ ഒരു ദൈവമായ വിശ്വാസത്തോടെ, കണ്ണുനീരോടെ, കണ്ണുനീരിന്റെ അകമ്പടിയോടെ ആ മണ്ണിലേക്ക് അവറ്റിടുമ്പോൾ നിന്റെ കണ്ണുനീരിന്റെ തുരുത്തിയിലും വിത്തിനെ ഹല്ലേലൂയ വിളയ്ക്ക് മാറ്റി നിർത്തുന്ന എന്റെ ദൈവം, ഹല്ലേലൂയ. ഇന്ന് മുതൽ കാലം എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നമ്മുടെ മാതാപിതാക്കൾ കണ്ണുനീരോടെ വിതച്ചതിന്റെ പരിണത ഫലമാ നാം ഇന്ന് സന്തോഷിക്കുന്നത്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നമ്മുടെ മാതാപിതാക്കൾ കണ്ണുനീരിലും വിതച്ചു, അവരുടെ കൈ അവർ ഇളച്ചില്ല, ഹല്ലേലൂയ എല്ലാം ശരിയാകട്ടെ എന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു നല്ല കാലം വരും, ഞങ്ങൾക്കൊരു മടങ്ങി വരും, ഈ കണ്ണുനീരും മാറും, ഹല്ലേലൂയ എന്നാലും ഞങ്ങൾ വിതയ്ക്കും, ഹല്ലേലൂയ. അവർ വിതച്ചതിന്റെ പരിണത ഫലം കൊയ്യുന്ന പ്രിയജനമേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ചിലത് വിതച്ചാലേ നമ്മുടെ തലമുറ കൊയ്യത്തുള്ളൂ. എത്ര ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? തിന്മയൊന്നും വിതയ്ക്കരുത്, ദുഷ്ടതയൊന്നും വിതയ്ക്കരുത്, മാനുഷികമായൊന്നും വിതയ്ക്കരുത്. ആത്മീകമായത് ജഡമായതിനെ മാറ്റി ആത്മീകമായതിനെ വിതച്ച് ഈ നാടുകളിൽ ഹല്ലേലൂയ തലമുറയ്ക്ക് വേണ്ടി അനുഗ്രഹം കൊയ്യുവാൻ, നന്മ കൊയ്യുവാൻ, ഹല്ലേലൂയ. Let us sow, hallelujah, a blessing for in the name of our God, hallelujah, for our generation, hallelujah. ദൈവത്തിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അപ്പച്ചമാരൊക്കെ ചെയ്ത് കേട്ടിട്ടുണ്ട്, ഹല്ലേലൂയ. അവർ കൃഷി ചെയ്യുമ്പോൾ സ്തോത്രം പറഞ്ഞ് ചെയ്യും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ പൂജ ചെയ്തിട്ടല്ല കൃഷി ചെയ്യുന്നത്, പക്ഷെ അവർ ചെയ്യും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്യും, പ്രൈസ് ദി ലോർഡ്. When we sow, hallelujah, even though it is tears, കണ്ണുനീരിലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും, കണ്ണുനീരിലും ദൈവത്തെ ആരാധിക്കാൻ കഴിയും, കണ്ണുനീരിലും പാടുവാൻ കഴിയും, കണ്ണുനീരിലും ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയും. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം. പ്രിയമുള്ളവരുടെ പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദിവസം അടയ്ക്കാം. Hallelujah, we shall reap, hallelujah, the harvest. വിതയ്ക്കുന്നതേ നമുക്ക് കൊയ്യാൻ കഴിയത്തുള്ളൂ കേട്ടോ, ഹല്ലേലൂയ. വിതയ്ക്കേണ്ട സമയത്ത് നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ, ഹല്ലേലൂയ, നീ വലിയ പ്രതികൂലമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, നിന്റെ കരത്തെ നീട്ടാതെ ഇരുന്നാൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ, നമ്മുടെ അസൗകര്യങ്ങളും, ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ അസന്തുഷ്ടിയും, നമ്മുടെ ഡിസ്കംഫർട്ടും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവസന്നിധിയിൽ വിതയ്ക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, വിതയുടെ കാലം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവ സീസണാ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എപ്പോഴും ദൈവീയ കടാക്ഷം നമ്മുടെ മേലുണ്ട്. നീ വിതയ്ക്കുന്ന ഏതിന്റെ മേലും കർത്താവിന്റെ കരുതൽ വെളിപ്പെടുവാൻ എന്റെ ദൈവ ഭൂമിയിലെന്ന് കൂടാൻ സഞ്ചരിക്കുന്ന എന്റെ ദൈവത്തിന്റെ കണ്ണുകൾ, ഹല്ലേലൂയ, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടവന് ഇസ്ഹാക്ക് വിതച്ചു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രതികൂലമായ സാഹചര്യത്തിലും അവൻ വിതച്ചപ്പോൾ അവന് വേണ്ടി അത്ഭുതത്തെ ചെയ്തൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം സാഹചര്യം നമുക്ക് അനുകൂലമല്ലായിരിക്കും, എന്നാൽ കണ്ണുനീരോടെ വിതയ്ക്കുമ്പോൾ നീ ആർപ്പോടെ കൊയ്യും. ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാണ്, ഹല്ലേലൂയ. ഇതുപോലെ തീരുമാനത്തോടെ ദൈവസഭയുടെ തലമുറയ്ക്ക് വേണ്ടി വിതയ്ക്കുവാൻ, ഹല്ലേലൂയ, ദൈവപ്രവർത്തിക്ക് വേണ്ടി വിതയ്ക്കുവാൻ, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി വിതയ്ക്കുവാൻ, ചില നന്മ അനുഗ്രഹങ്ങൾ വരും കാലങ്ങളിൽ, ഹല്ലേലൂയ, കർത്താവിനെ ഒരുക്കി തരേണ്ടതിനായി നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ഹല്ലേലൂയ, കണ്ണുനീരോടെ വിതച്ചതുപോലെ ഈ നാടുകളിൽ പ്രാർത്ഥനാ മുറയിൽ, വചന ധ്യാനത്തിൽ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ സംസർഗത്തിൽ ചിലതിനെ വിതയ്ക്കുവാൻ ഇന്ന് വളരെ കാലം, ഹല്ലേലൂയ, നിന്നെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ വിതയ്ക്കുന്നതിൽ നിന്നെ ഭാരം മാറ്റി നിർത്തരുത്. ഇത് വളരെ കാലം, ഹല്ലേലൂയ, വിതയ്ക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. സ്വർഗ്ഗീയ പിതാവേ, ഇതുപോലെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനയ്ക്ക് സ്തോത്രം. ദൈവത്തിന്റെ ഉപകാരങ്ങൾ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ, ഏറ്റവും വലുത കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനത്തെ വൻ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ആലോചന, ഹല്ലേലൂയ, ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങൾ നിറയ്ക്കുന്ന ദൈവത്തിന്റെ അനുഭവം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മടങ്ങി വരവ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഓ ഹല്ലേലൂയ, ഓ ലോർഡ്, restore our fortunes, hallelujah. We need a comeback from us, hallelujah. കണ്ണുനീരോടെ വിതയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Whenever there are tears, hallelujah, even then help us to reap sow, master, hallelujah, so that we can reap the harvest with rejoicing, hallelujah. ആർപ്പോടെ കൊയ്യുന്ന അനുഭവത്തിലേക്ക് ഞങ്ങളെ നമ്മുടെ തലമുറകളെ നയിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിന് മഹത്വം കരുതുന്ന പ്രാർത്ഥന കേട്ടിരിക്കുക, സ്തോത്രം, യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. തേജസ്സിലേശുവിൻ പൊൻമുഖം ഞാൻ കാണും, കാലമേറ്റം അസുന്നമേ. തേജസ്സിലേശുവിൻ പൊൻമുഖം ഞാൻ കാണും, കാലമേറ്റം അസുന്നമേ.
He
വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി സ്തോത്രം എടുത്തിരിക്കുന്നത്. I would like to meditate from the book of Acts, chapter 15, verses 1 to 35. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ സ്തോത്രം അവിടെ ഒരു പ്രത്യേകമായ കൗൺസിൽ മീറ്റിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. When we come into the book of Acts, chapter 15, we see that there is a special council meeting that is happening. അപ്പോസ്തലന്മാർ സ്തോത്രം കൂടി വന്ന ഒരു പ്രത്യേക വിഷയത്തിനെ ആസ്പദമാക്കി, ദൈവസഭ അഭിമുഖീകരിച്ച ഒരു പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കി അതിന്റെ പരിഹാരക്കുറിപ്പാനായി അപ്പോസ്തലന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടി വന്ന ഒരു യോഗമാണ് നമ്മൾ കാണുന്നത്. This was a meeting where all the apostles came together for the benefit of the church in order to discuss on a particular matter. ആ ഒരു യോഗത്തിൽ സ്തോത്രം ജെറുസലേം കൗൺസിൽ എന്ന പേരിൽ കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ആലോചനാ യോഗത്തിൽ സ്തോത്രം ഉരുത്തിരിഞ്ഞ അതിന്റെ റിസൾട്ട്, അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നമ്മെല്ലാം വളരെ ചിന്തിപ്പിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ആത്മീകമായി വർധന വരികയും ദൈവസഭയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. This meeting that's called the Jerusalem Council, where all these apostles met, the reason for this meeting is something that it's very important for us to understand. Praise the Lord. So, അവർ ആ വിഷയത്തിന് അവർ അഭിമുഖീകരിച്ച വിഷയത്തിന്മേൽ പരിഹാരമായി അവർ കണ്ടെത്തിയത് ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ. ദൈവം താൻ ഇടപെട്ട് ആ വിഷയത്തിന്റെ മേൽ മാനുഷികമായ പരിഹാരമല്ല, ദൈവത്താൽ ഒരു പരിഹാരം അവിടെ ഉടലെടുക്കുവാൻ ഇടയായി. The result they got after this meeting was not from a result that was inspired by man, but it was inspired by God. ആ ഒരു പരിഹാരത്തിലേക്ക് അവരെ എത്തിച്ച ഒരു വേദഭാഗം 15-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യം നാം കുറിവാക്യമായി വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. The main key scripture that I would like to talk about and based this result of the meeting is from Acts chapter 15 verses 8 to 11. വായിച്ചാട്ടെ, മലയാളത്തിൽ ഇംഗ്ലീഷിലും വേഗത്തിൽ വായിച്ചാൽ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. So God who knows the heart acknowledged them by giving them the Holy Spirit just as he did to us, and made no distinction between us and them, purifying their hearts by faith. Now therefore why do you test God by putting a yoke on the neck of the disciples, which neither our fathers nor we were able to bear? But we believe that through the grace of the Lord Jesus Christ we shall be saved in the same manner as they. Praise the Lord. Hallelujah. ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. Praise God for his word. ഈ 15-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം വായിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. When we read the first part of Acts 15, we understand what the problem is. The very verse first itself we can see that യഹൂദയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരപ്രകാരം പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. We hear in the first verse we see a group of believers coming and saying, unless you are circumcised as required by the law of Moses, you cannot be saved. യഹൂദന്മാരായ ചിലർ, യഹൂദപക്ഷക്കാർ, ജുഡായിസസ് എന്ന പേരിൽ അറിയപ്പെടുന്ന യഹൂദവാദികൾ, അവർ പറഞ്ഞതാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ യഹൂദന്മാരുടെ കൽപ്പനയായ പരിച്ഛേദന കൂടെ സ്വീകരിച്ചെങ്കിലേ രക്ഷ പ്രാപിക്കൂ എന്നുള്ള ഗൗരവപരമായ ഒരു ദുരുപദേശം ദൈവസഭകളിൽ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. There was a group of Jewish believers who started spreading a false message by saying that it is not enough to believe in Jesus, but you also have to follow the Jewish customs in order to be saved. പക്ഷേ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് ഇവർ പറയുന്ന മനുഷ്യരുടെ ഇടയിൽ വലിയ ദൈവപ്രവൃത്തി നടന്നതിന്റെ സാക്ഷ്യമാണ് പൗലോസും ബർന്നബാസും വന്ന് യെരുശലേം ദൈവസഭയിൽ അറിയിച്ചത്. Over here we see that Paul and Barnabas, they were doing a lot of work for the believers, especially the Gentile believers, and that is what they put forward in front of the Gentiles. ഇങ്ങനെ പഠിപ്പിച്ച യഹൂദന്മാരുടെ അടുത്ത് പൗലോസ് എതിർക്കുകയും ഈ വാദഗതി സുവിശേഷത്തിന് വിരുദ്ധമാണ്, സുവിശേഷ സത്യത്തിന് വിരുദ്ധമാണ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് വീണ്ടെടുപ്പുള്ളത് എന്ന സുവിശേഷ സത്യം പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ സംസാരിച്ചവരോട് തർക്കസംഗതിയായി ഇതിന്റെ പരിഹാരത്തിനായി അവർ യെരുശലേമിൽ എത്തുകയാണ്.
Paul very strongly opposed against these Jewish believers who was talking against the gospel of Christ, where Paul said it was important to receive salvation through the blood of Jesus Christ, and he strongly opposed that and brought this to the Jerusalem Council. പലപ്പോഴും ഞാൻ പറഞ്ഞത് ദൈവസഭ എപ്പോഴും മുന്നോട്ട് പോകുന്നത് കൃപയുടെ പ്രതലത്തിലാണ്, on the platform of grace. Over here, many times I've mentioned that the church moves forward through the platform of grace. Grace plus nothing. കൃപയോടുകൂടെ മറ്റൊന്നും ചേരുന്നില്ല. വെള്ളത്തിനകത്ത് സ്വന്തം എണ്ണയ്ക്കകത്ത് വെള്ളം ഒഴിച്ചാൽ വ്യത്യാസം കിടക്കുന്നത് പോലെ നമ്മൾ ചേർന്ന് പോകുന്നതല്ല. കൃപയ്ക്ക് കൃപ മാത്രമേ പരിഹാരമുള്ളൂ. Grace does not go with anything else. It goes only by itself. When you add oil to water, you see a distinction between oil and water. The same way that nothing can go along with grace. So there is a conflict. First of all, the conflict is that there is a wrong teaching. ഒരു തെറ്റായ സന്ദേശം അവരിൽ വന്നു. 1 മുതൽ 5 വരെയുള്ള വാക്യത്തില് ആ സന്ദേശവും അവർ പഠിപ്പിച്ച പഠിപ്പിക്കലും അതിനെതിരെ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ഉയർത്തിയ സുവിശേഷ സത്യവും അത് യെരൂശലേമിലോളം എത്തിയതും നാം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ കാണാം. So when you read verse 1 through 5, we see that the main conflict is these Jewish believers were providing a wrong message to the Gentiles, and Paul and Barnabas stood strongly against it. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 6 മുതൽ 21 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരമായി അവർ കൂടി വന്ന് ചർച്ച ചെയ്ത സ്തോത്രം ഒരു ഭാഗമാണ് നാം കാണുന്നത്. But after from verse 6 to 11, what we see over here is all the apostles coming together in Jerusalem to find a resolution for this matter. അവിടെ മറ്റു കാര്യങ്ങളൊന്നും സാംസ്കാരികമായ കാര്യങ്ങളോ മറ്റ് സ്തോത്രം മോശയുടെ ന്യായപ്രമാണമോ ഇവ ശുദ്ധീകരണ നിയമങ്ങളോ ഒന്നുമല്ല ചർച്ചക്കെടുത്തത്. അവർ ചർച്ചക്കെടുത്ത പ്രധാനമായ കാര്യം ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം ജാതികളുടെ ചെയ്യുന്നത് ഇതിനെ ഊന്നിയാണ് അവർ തീരുമാനമെടുത്തത്. Over here we see that these people were not talking about the sanctification process or about the law of Moses. They were talking about the works of God that was happening among the Gentile people. Praise the Lord. Hallelujah. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു പരിഹാരം അവിടെ ഉരുത്തിരിഞ്ഞു. പലപ്പോഴും നമ്മൾ ചർച്ച നടത്തിയാൽ ഒരു പരിഹാരം വരാറില്ല. പക്ഷെ ഇവിടെ ഒരു പരിഹാരം ഉരുത്തിരിഞ്ഞു വന്നു. ദൈവത്തെ മുൻനിർത്തി അവർ സംസാരിച്ചതുകൊണ്ട് അവർക്ക് പരിഹാരം പരിപാടിയായി. ആ പരിഹാരം സ്നേഹത്തിന്റെ ഭാഷയിൽ ഐക്യതയോടെ സന്തോഷത്തോടെ ആ പരിഹാരത്തെ ഇവിടെ പ്രഖ്യാപിക്കാനിടയായി. അത് കൽപ്പനയായി സർവ്വസഭകളിലേക്ക് അയക്കാനിടയായി. We often see that in our meetings we do not get a resolution, but on this passage we see that they were able to get a resolution under the basis of love. So the conflict, സ്വതന്ത്രം ആ ഒരു ഉണ്ടായ ഒരു പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഇപ്രകാരമാണ്. നിയമങ്ങൾ, മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യർ വിവരിച്ചെടുത്ത നിയമങ്ങൾ സുവിശേഷത്തിന് വിരുദ്ധമായി ഇവിടെ നിലനിന്നു. Over here the main concept we see that the laws that were created by man was opposing the true gospel. യഹോവയായ ദൈവം ഇസ്രായേലിന് നൽകിയ ശുദ്ധീകരണ ചില നിയമങ്ങളുണ്ട്. ഇന്നത് കഴിക്കരുത്, ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്ന രീതിയിലായിരിക്കണം. ലേവ്യ പുസ്തകം മുഴുവൻ അതാ. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി അതൊക്കെ നിലനിൽക്കുമ്പോൾ അപ്പൊ യഹൂദന്മാർക്കുണ്ട് ആ നിയമങ്ങൾ അവർ പാലിച്ചാണ് ജീവിക്കുന്നത്. God gave a lot of rules and regulations for the Jewish people to be holy. Most of it is mentioned in the book of Leviticus, and that is what that was given to the Jewish people. പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം. സ്തോത്രം. അത് യഹൂദന്മാർ പാലിച്ചോട്ടെ. യഹൂദന്മാർ നമുക്കറിയാം അവർ പരിച്ഛേദനയേറ്റവരാ. സ്തോത്രം. പക്ഷേ ഇവിടെ അവർ ഉന്നയിച്ച വിഷയത്തിൽ അത് ദുരുപദേശമായി മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ജാതികളായവർ, അന്യമതക്കാർ അല്ലെ അന്യജാതികൾ, യഹൂദന്മാരല്ലാത്തവർ അവർക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരാദ്യം എന്ത് ചെയ്യണം? യഹൂദനാണ്. എന്നിട്ട് അവർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് പോരാ എന്നുള്ള തരത്തിലേക്ക് ദുരുപദേശമായി അവർ കൊണ്ടുവന്നു. The issue over here that was not that Jewish people had their customs, but they were giving a false gospel where they required the Gentiles to first convert to Jewish people and then receive Jesus as a personal savior, which is against the gospel. അന്യജാതിക്കാരെ പലരും തയ്യാറായി ചെയ്യാൻ അവർക്ക് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ അത് സുവിശേഷ സത്യത്തിന് വിരുദ്ധമാണ്. അത് യേശു കർത്താവിന്റെ കാൽവരിയാഗം പര്യാപ്തമല്ല നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി എന്ന സന്ദേശമാണ് നൽകുന്നത്. അത് തെറ്റായ പ്രവൃത്തിയാണെന്ന് പൗലോസും ബർന്നബാസും ഹല്ലേലൂയ വളരെ വ്യക്തമായി അവരുടെ
ഇടയിലൂടെ അവരുടെ കൈയാലും അവരുടെ ശുശ്രൂഷയാലും വെളിപ്പെട്ട ജാതികളുടെ ഇടയിലെ ദൈവിക വിടുതലിനെ മുൻനിർത്തി അവർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, യേശുവിന്റെ രക്തം മാത്രം പര്യാപ്തമാണ്. കാൽവരി യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷപ്രാപിക്കാൻ കഴിയും. So a lot of Gentile people, they were okay to turn into the Jewish traditions, but Paul and Barnabas said that that is not the true gospel of the message, that you should receive salvation only through the blood of Jesus Christ that he sacrificed on the cross of Calvary. ക്രൂശിന്റെ വചനത്തിന് വിരുദ്ധമായി, ക്രൂശിലെ സുവിശേഷത്തിന് വിരുദ്ധമായി യേശു കർത്താവിന്റെ കാൽവരി യാഗത്തോട് കൂട്ടിച്ചേർക്കുവാൻ മറ്റൊന്നിനെ നാം അനുവദിക്കരുത്. കൃപ മാത്രം മതിയായതാ. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയ്ക്ക് ഹല്ലേലൂയ. The message of the cross was the only thing that needed for the Gentiles to be delivered, and that is through the grace, and that is what Paul and Barnabas was trying to preach. ഇത് എത്ര പറഞ്ഞാലും യഹൂദവാദികൾക്ക് മനസ്സിലാകത്തില്ല. അവർ വീണ്ടും അവർ പിടിച്ചതിൽ ഉറച്ചു നിന്നു. നിങ്ങൾ യഹൂദരായേ പറ്റൂ, ഇവരെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ഈ ജാതികൾ അതിലെതിരെ നടക്കുന്നവരാ, അവര് സ്തോത്രം വിഗ്രഹാർപ്പണം ഭക്ഷിക്കുന്നവരാ, അവരങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. അവർ പ്യൂർലി യഹൂദ മതത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നിന്ന് അവർ ക്രിസ്ത്യാനികളായിക്കോട്ടെ എന്നുള്ള വാദഗതിയിൽ അവർ പിടിച്ചു ഉറച്ചു നിന്നു. But the Jewish believers, they were so strong in their opinion because they said that the Gentile people, they don't live their life wholly according to the Jewish people. They eat food that is sacrificed to the idols, and they wanted them to first convert to Judaism and then receive the salvation. നാം കാണുന്ന ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത് സ്തോത്രം. Here we see during that meeting at the Jerusalem Council, the apostles and the elders came together and they had a great discussion. പത്രോസ് പറയുകയാണ്, പത്രോസാണ് ഇവരുടെ ഒരു ലീഡറായിട്ട് സ്തോത്രം അവർ കണക്കാക്കി. പത്രോസ് അപ്പോസ്തലന്മാരുടെ നേതാവായി എഴുന്നേറ്റ് പറയുന്നു, നിങ്ങൾ കുറെ നാൾ മുമ്പ് ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷവചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. Here we see that Peter stood up in front of all the people and they said that you know that I have received the message among the people. അവിടെ പത്രോസിന്റെ വാക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന അപ്പോസ്തലനായ പത്രോസിന്റെ വാക്കുകൾ സ്തോത്രം. യെരുശലേം കൗൺസിലിൽ തർക്കം നടക്കുന്നിടത്ത് രണ്ട് ഭാഗം നിൽക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? ജാതികൾ സുവിശേഷം അറിഞ്ഞ് ദൈവഭാഗത്തേക്ക് വരണം. Over here we have to give a great focus to what Peter is saying over here, that all the Gentiles, they are able to receive the gospel. Praise the Lord. Hallelujah. ഇതിന്റെ അടുത്ത വാക്യം നമ്മൾ വായിച്ച വാക്യമായി, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തതുകൊണ്ട് അതിന് ഞങ്ങൾ സാക്ഷികളാണ്. Over here the key scriptures in verse 8, God knows the people's heart and he confirmed that he accepts Gentiles by giving them the Holy Spirit just as he did to us. ഈ കൗൺസിൽ അതിന്റെ തീരുമാനം പുറത്തു വന്നത് മൂന്ന് കൂട്ടരുടെ അഭിപ്രായ പ്രകാരമാണ്. സ്തോത്രം. When the result came from this council, there are three aspects that we see. ഒന്നാമതായി ആ മീറ്റിംഗിന്റെ അധ്യക്ഷത പദവി വഹിച്ച പത്രോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യം. The first thing that we see is Peter's testimony. രണ്ടാമതായി നാം കാണുന്നത് പൗലോസും ബർണബാസും സത്യസന്ധമായ രീതിയിൽ അവരുടെ കണ്ണാലെ ദൈവത്തിന്റെ പ്രവൃത്തി ജാതികളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൽ നടന്നത് അവർ കണ്ടതിന്റെ റിപ്പോർട്ട് യെരുശലേമിലെ ദൈവസന്നിധിയിൽ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ കൊണ്ട് സമർപ്പിച്ചതിന്റെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. The second one, we see the report from Paul and Barnabas where they saw the work of God's miracles among the Gentiles. ഒന്നാമതായി യേശു കർത്താവിന്റെ സഹോദരൻ എന്ന് പറയാൻ സാധിക്കുന്ന യാക്കോബ് അപ്പോസ്തലൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്തോത്രം അതിന്റെ ഫൈനൽ തീരുമാനമായി അവർ അംഗീകരിക്കുകയാണ്. And the third one, we see the possible brother of Jesus, James, where he spoke the final words. പത്രോസും യാക്കോബും പൗലോസും ബർണബാസും ഒക്കെ യഹൂദന്മാരാണ്. Peter, James, Paul and Barnabas, they are all Jewish people. Praise the Lord. അല്ലേ? ബർണബാസ് അദ്ദേഹം യഹൂദനാണെങ്കിലും യവനായ സംസ്കാരത്തിൽ വളർത്തപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഡയസ്പോറ ജൂ ആണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യഹൂദൻ മറ്റൊരു സംസ്കാരത്തിൽ വളർത്തപ്പെട്ട ഒരു മോഡേൺ യഹൂദൻ എന്ന് വേണം പറയാം. When we look at Barnabas, he's a type of person who was more of a modern type of Jew. എന്നാൽ ഇവരുടെ എല്ലാവരുടെയും തീരുമാനം ഒറ്റ കാര്യത്തിലായിരുന്നു, ദൈവം ചെയ്തതിനെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ
മറന്നുകൊണ്ട് നമ്മുടെ തീരുമാനമാകരുത്. But they all came to the same conclusion that when they make a decision, we should not forget God. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിന്റെ മഹത്വത്തോടെ പറഞ്ഞില്ല, ജാതികളുടെ പ്രവൃത്തികൾ അതിലെ കുറവുകൾ അവിടെ പറഞ്ഞില്ല. അവിടെ പറഞ്ഞു നമുക്ക് വലിയ ശ്രേഷ്ഠത ഉണ്ടായിരിക്കും, ജാതികളെ നോക്കുമ്പോൾ അവർക്ക് കുറവുണ്ടായിരിക്കും, എന്നാൽ ഇതിനെല്ലാം ഒന്നിച്ചു ചേർത്ത് മഹത്വം വെളിപ്പെടുത്തുന്നത് ദൈവം തമ്പുരാനാണ്. ഹല്ലേലൂയ. They did not talk about the shortcomings of the Gentiles or the advantages of the Jewish customs, but when they put it together, it brought glory to God. പത്രോസ് പറഞ്ഞു എന്തുവാ? പ്രിയമുള്ളവരെ, ഇതൊക്കെ ഇവിടെ നിൽക്കും. സ്തോത്രം. ഇതിനു മുമ്പ് ദൈവസഭയ്ക്കകത്ത് പ്രശ്നം വന്നിട്ട് നമുക്കറിയാം. അപ്പോസ്തലരുടെ പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മേശമേൽ ശുശ്രൂഷിക്കുന്നത് സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സഭയ്ക്കകത്തുണ്ടായ എല്ലാ പ്രശ്നവും അപ്പോസ്തലരുടെ പ്രവൃത്തി എഴുതിയിട്ടില്ല, പക്ഷെ അവിടെ എല്ലാം പരിഹാരം ഉണ്ടായി. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത് സുവിശേഷം ജാതികൾ അറിയണം, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Praise the Lord. Over here we see that in Acts chapter 6, they previously even had problems about serving the tables, but they were able to come to a resolution in that. At the same time, during this meeting, Peter was also saying that all the Gentiles should hear the word of God. Praise the Lord. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ആഗ്രഹിക്കേണ്ടത് സ്തോത്രം, നാം ഇവിടെ ആയിരിക്കുന്നത് മൂലം ചിലർ ദൈവത്തെ അറിയണം. Dear believers, what we have to have a desire is as long as we are here, we need people to know about the word of God. പത്രോസ് പൗലോസിന് ഈ ഒരു വിഷയത്തിൽ വളരെ നഖശിക്കാത്ത എതിർപ്പുള്ള ആളായിരുന്നു. പക്ഷെ പത്രോസ് അവിടെ കീഴടങ്ങിയ. പത്രോസ് പറയുക, സ്തോത്രം, സുവിശേഷം ജാതികൾ അറിയുവാൻ ഞാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാ. സ്തോത്രം, ന്യായപ്രമാണത്തിന് വേണ്ടി അധികം വാദഗതികൾ ഉയർത്തിയ ആളാ പത്രോസ്. സ്തോത്രം, പൗലോസിന് വേണ്ടി പൗലോസിന്റെ അടുത്ത് ജാതികളോട് ഇടകലർന്ന് ഭക്ഷണം കഴിക്കുന്നതും മറ്റു കാര്യങ്ങൾക്കൊക്കെ പത്രോസ് എതിരായിരുന്നു. എങ്കിലും പത്രോസ് പറയുക, സ്തോത്രം, ജാതികൾ സുവിശേഷം അറിയണമെന്നുള്ളത് നാം നിശ്ചയിച്ച കാര്യമാണ്. ചിലർ വിടുവിക്കപ്പെടണമെന്നുള്ളത് നാം നിശ്ചയിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞ് നാം അവിടെ ഉടക്കുണ്ടാക്കരുത്. Peter and Paul might have a lot of disagreements previously, but over here Peter is proclaiming that I will go to the ends of the world to make sure that the Gentiles will be able to hear the gospel. Praise the Lord. പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. In verse 11 we read that we believe that we are all saved the same way by the undeserved grace of the Lord Jesus. Praise the Lord. പ്രിയമുള്ളവരെ, നാം മനുഷ്യരിലേക്ക് നോക്കിയാൽ, നമ്മിലേക്ക് നോക്കിയാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു കുടുംബത്തിൽ തന്നെ 4 പേരോ 5 പേരോ 6 പേരോ ഉണ്ടെങ്കിൽ 6 പേരെ നോക്കിയാൽ വ്യത്യസ്തമായ സ്വഭാവമുള്ളവരും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുമാ. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മെല്ലാം ഒരുമിച്ചാക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അത് കാൽവരിയിലെ സ്നേഹമാ. അതാണ് നമ്മെ ഒന്നിച്ചാക്കുന്നത്. ഹല്ലേലൂയ. We might have a lot of differences among ourselves and even among our families, but one thing that unites us together is the love of the cross. യഹൂദന്മാർക്ക് ജാതികൾ യഹൂദ ക്രിസ്ത്യാനികളാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്ത്യാനികളായ യഹൂദന്മാർക്ക് ജാതികളും അതേ സ്റ്റാറ്റസിലേക്ക് വന്ന് ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അവർക്ക് അവരെ പോലെ കാണാൻ കഴിയുന്നില്ല. These Jewish people who are believers, who are actually Christian Jewish believers, they are not able to see the Gentile believers in the same standard as themselves. ഈ പ്രശ്നം എല്ലാ കാലത്തും എല്ലാ നാട്ടിലും എല്ലാ സംസ്കാരത്തിലും ഉണ്ട്. We see this problem happening in every nation and every tribe and in many organizations too. ഇതിനൊറ്റ പരിഹാരമുള്ളൂ. There is only one resolution to this. ശരിക്കും രക്ഷിക്കപ്പെടുക. You have to be really saved. യേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പാണ് എന്നെ എന്തെങ്കിലും ആക്കിയത്, ഇനി ആകുന്നതും അതേ ഉള്ളൂ എന്ന് വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നിടത്ത് ഈ പ്രശ്നം അവസാനിക്കും. Once we have a decision that we are redeemed by the blood of Christ, then only we will be able to worship with ഞാൻ others. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. എല്ലാവരുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പറഞ്ഞു നോക്കേണ്ട സത്യമില്ല. സ്തോത്രം. ഒരു വ്യക്തി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാൽ പിന്നെ സ്വർഗരാജ്യ ദൈവസന്നിധിയിൽ അവർ ഒരുപോലെ. സ്തോത്രം. This is a truth that we have to share with our children, that once a person is redeemed by the blood of Jesus Christ, then they are united with the other believers. Praise the Lord. Hallelujah. So നിങ്ങളുടെ ജീവിതത്തിലെ ഭാവി പരിപാടികൾ, കുടുംബജീവിതം ഒക്കെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടും മാതാപിതാക്കളുടെ ഇഷ്ടത്തോടും ദൈവാധീനം കൊണ്ടും ദൈവത്തിന്റെ കരുണയാൽ നടക്കണം. സ്തോത്രം. പക്ഷേ ആത്മീയ കാര്യങ്ങളുടെ വിഷയം പറയുന്നത്, ആത്മീയത്തിൽ ഹല്ലേലൂയ, ആത്മീയ അനുഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ ആത്മീയ അനുഗ്രഹങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാനും
ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാനും ഒരുമിച്ച് അപ്പം തുറക്കുവാനും ഹല്ലേലൂയ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും നമ്മിൽ വേർതിരിവ് പാടില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ അവിടെ മറ്റൊരു വേർതിരിവിന്റെ ആവശ്യം പാടില്ല. ഹല്ലേലൂയ. We are united by the blood of Christ, and for us to have that unity, we are not supposed to show any separation with others. We have to have the unity under the blood of Jesus Christ. Praise the Lord. Hallelujah. ഇവിടെ ആരാധനാ വിഷയത്തിൽ തർക്കം ഉണ്ടായത്, സ്തോത്രം. രക്ഷയുടെ വിഷയത്തിൽ തർക്കം ഉണ്ടായത്, സ്തോത്രം. ഇവരുടെ രക്ഷയെ കുറിച്ചാണ് അവിടെ വാദപ്രതിവാദം ഉണ്ടായത്. എന്താണ്? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവർക്കിനി എക്സ്ട്രാ വേറെ ചില കാര്യങ്ങളുടെ യഹൂദന്മാർ ചെയ്ത പോലെ ചെയ്താലേ അവരുടെ രക്ഷ പൂർണ്ണമാകൂ എന്നതായിരുന്നു വാദഗതി. The conflict or the situation that's happening over here is about the salvation of the Gentiles people, and what they were forcing is for the Gentiles to be converted to Judaism first, and then only receive the grace through Jesus. അവിടെ വലിയ ജനസമൂഹം ഉണ്ടായിരുന്നു. ആ ജനസമൂഹത്തിന്റെ പ്രതികരണം നോക്കിയേ 12-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തില് ജനസമൂഹം എല്ലാം മിണ്ടാതെ. വലിയ പ്രയാസമായിരുന്നു മിണ്ടാതിരിക്കുക അല്ലേ. പാസ്റ്ററുടെ പറയുമ്പോൾ രണ്ടും പറയാൻ മനസ്സിൽ തോന്നുന്നുണ്ട്, പക്ഷേ ദൈവസഭയുടെ ഡെക്കോറും ദൈവസാന്നിധ്യം വിചാരിച്ച് വല്ലതും മിണ്ടായിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. സ്തോത്രം. നിങ്ങൾ വിചാരിക്കും ഇവിടെ പറയുന്ന പ്രസംഗം നല്ല സുഖമുള്ള പരിപാടിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത് വലിയ ദൈവസാന്നിധ്യത്താൽ ദൈവത്തിന്റെ നിയോഗത്താൽ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് സ്തോത്രം പൗലോസും ബർണ്ണബാസും സംസാരിക്കുക. അപ്പോൾ ജനത്തിന്റെ പ്രതികരണം എന്തുവാ? സ്തോത്രം. ജനം മിണ്ടാതെ ഇരുന്ന് ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. Over here we see that the meeting was not a small meeting, it was a large meeting with a lot of people. But over here we see that everyone listened quietly as Paul and Barnabas were talking about the miracle signs and wonders that God did through them for the Gentiles. തിയോളജിയും നമുക്ക് ലഭിച്ച അറിവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബശ്രേഷ്ഠതയും നമ്മുടെ മിടുക്കും ഒന്നും നമ്മളെ മിണ്ടാതാക്കത്തില്ല. നമ്മെ മിണ്ടാതാക്കി ദൈവപ്രവൃത്തിക്ക് കീഴ്പ്പെടുവാൻ കാരണമാക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവം നമ്മുടെ മധ്യേ, ജാതികളുടെ മധ്യേ നമുക്ക് ചുറ്റും ചെയ്യുന്നത് ശരിക്കും നോക്കിക്കണ്ടാൽ നാം പല വിഷയങ്ങളിലും മിണ്ടാതിരിക്കും. ഹല്ലേലൂയ. It is not through our status or through our family hereditary or through what we have God is keeping us quiet, but it's through the presence of God that is able to keep us quiet among the people. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മെ സംസാരിപ്പാൻ അനുവദിക്കുന്നത്, സ്തോത്രം, നമ്മെ സംസാരിപ്പാൻ ത്വരയുണ്ടാക്കുന്നത് പലപ്പോഴും എന്തെന്നറിയാമോ? സ്തോത്രം. ദൈവം ചെയ്ത പ്രവൃത്തിയെ മറന്നിട്ട് നമ്മുടെ ഇടയിൽ ഉയർന്നു വന്ന നമ്മെന്തോ ആയെന്നുള്ള ചിന്ത, ഞാൻ എന്തൊക്കെ ആയി, ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു, ഞാൻ മിണ്ടത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ എന്തൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിപ്പാൻ നാക്കുപൊങ്ങി. സ്തോത്രം. അതുകൊണ്ട് ദൈവ പ്രവൃത്തിയെ മറന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. Sometimes we see in situations where we forget God, what God has done for us, and when we reach a status saying that I was able to achieve all that, we often forget God. ദൈവ സന്നിധിയിൽ നമ്മൾ പറയുന്ന ഏതൊരു കാര്യത്തിലും, സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവസന്നിധിയിൽ നമ്മൾ പറയുന്ന ഏതൊരു കാര്യത്തിലും the first application is the presence of God. അവിടെയുള്ള ദൈവമാണ്, ദൈവ സാന്നിധ്യമാണ്. In God's presence, when we need to talk or when we need to be silent, one thing we have to first realize is we are in God's presence. Praise the Lord. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നാം പറയുന്നൊരു കാര്യമോ നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമോ, the first person to be addressed, the first person, ആദ്യത്തെ വ്യക്തി, നാം പറയുന്ന കാര്യം ആദ്യം നാം പറയാൻ പോകുന്നതിന് മുൻപ് ആദ്യം അത് മനസ്സിലാക്കുന്ന ആൾ അവിടെയുള്ള ദൈവമാണ്, ദൈവ സാന്നിധ്യമാണ്. When we are in God's presence, if we need to say something, the first thing that we should put in our mind, or if we want to say something, the first thing that we should understand is that we are speaking to God. ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ ഞാൻ പറയുമ്പോൾ, ഞാൻ നിങ്ങളോട് അഡ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർ മാത്രം കേൾക്കാൻ വേണ്ടി വല്ലതും പറയുമ്പോൾ നമ്മൾ ഓർക്കും അടുത്തിരിക്കുന്ന ആള്. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ട്, മുന്നേ ഇരിക്കുന്ന ആളാണ് ബോധമുണ്ട്, അല്ലേ? ചിലപ്പോൾ മുമ്പ് ഇരിക്കുന്ന ആൾ കേട്ടോടെന്ന് വിചാരിക്കും നമ്മൾ പറയുന്നത്. രണ്ടുപേരും കേട്ടോടെന്ന് വിചാരിക്കും. പക്ഷേ അതിനൊക്കെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് മുൻപേ ഉള്ളൊരു സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമാണ്.
ആ സാന്നിധ്യത്തെ മുൻനിർത്തി വേണം എന്റെ ചിന്തകളെ പോലും ഞാൻ പരിശോധിക്കാൻ. ഹല്ലേലൂയ. When the pastor is preaching, sometimes you might think that the message is for the person sitting in front of me or the other person sitting on the side of me, but we should have a conscience thinking that when we are in the presence of God, whenever we have something to say, we have to see that we are speaking to God first. ഇവിടെ ജനത്തെ മിണ്ടാവാക്കിയത് സ്തോത്രം അവരുടെ മിടുക്കോ കഴിവോ അപ്പോസ്തലന്മാരുടെ വലിയ അധികാരമോ ഓട്ടോക്രസിയോ സ്വന്തം അടിച്ചമർത്തലോ ഒന്നുമല്ല. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ ആദ്യത്തെ വാക്ക് നിങ്ങൾ കേട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ജാതികൾ സുവിശേഷം അറിയണം. അത് നാം നിശ്ചയിച്ച കാര്യമാ. അത് മാത്രമല്ല, അടുത്തതായി പൗലോസ് പറഞ്ഞു, ബർണ്ണബാസ് പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ കടന്നുപോയിടത്തെല്ലാം യഹൂദന്മാരല്ലാത്ത ജാതികൾ ദൈവപ്രവൃത്തി ഉണ്ടായി. സ്തോത്രം. ഇതാണ് ജനത്തെ മിണ്ടാതാക്കിയത്. സ്തോത്രം. The reason why everybody was listening quietly is because Peter first mentioned that the gospel has to go in to the Gentiles, and also Barnabas also said that all the works that they did among the Gentiles was the working of the Holy Spirit, and this is why the people were quiet. I would like to wind up. വരുമ്പോൾ അടുത്തതായി യാക്കോബ് അപ്പോസ്തലന്റെ വാക്കുകളാ. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാ, സ്തോത്രം, ഹല്ലേലൂയ, സഹോദരന്മാരെ എന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ, ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ച് ശിമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. ഇത് സ്തോത്രം, ഹല്ലേലൂയ, ഇത് ശരിയാണോ തെറ്റാണോ? ജാതികൾ ദൈവത്തിന്റെ വചനം അറിയുന്നു, സ്തോത്രം, എന്നുള്ളതിനെ പറ്റി ഒരു സംശയപൂർണമായിട്ടല്ല അതും പറയാ. പഴയ നിയമ പുസ്തകങ്ങളെ എടുത്ത് ഉദ്ധരിച്ച് പറയുകയാ, ദാവീദിന്റെ വീട് പോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യ ശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാം വിളിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്നുള്ളത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. Over here then finally James stood up and spoke to them, saying, brothers, listen to me. Peter has told you about the time that God first visited the Gentiles and to take them from the people for himself, and that is why he used one of the passage from the Old Testament where he says, afterward I will return and restore the fallen house of David. I will rebuild its ruins and restore it, so that the rest of humanity might seek the Lord, including the Gentiles, all those who have called to be mine. The Lord has spoken, he who has made these things known so long ago. Praise the Lord. പ്രിയമുള്ളവരെ, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ദൈവത്തിന്റെ വചനം ഈ ശുശ്രൂഷയ്ക്ക് അപ്രൂവൽ ആണ്. സ്തോത്രം. Over here we see that God's word brings an approval to the situation. And also, hallelujah, മാത്രമല്ല ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ ചെയ്ത ദൈവപ്രവൃത്തിയും അതിന് അപ്രൂവലാണ്. And also the works that the Holy Spirit has done among the Gentiles was also an approval to this matter. ആകയാൽ യഹൂദനാകേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്, രക്തം എന്നിവ വർജിച്ച്, സ്തോത്രം, ബാക്കി എല്ലാ കാര്യങ്ങളും ഓർക്കാവാമെന്ന്, സ്തോത്രം, ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തി ഒരു കത്ത് എഴുതി, സ്തോത്രം, സർവ്വജനത്തിനും സഭയ്ക്കും അവർ കൽപ്പനയായി എഴുതി അയച്ചു. സ്തോത്രം. So towards the end they decided to write a letter and give it to all the churches, just ordering them not to eat food from the idols, sacrifice to the idols, from sexual immorality, and eating from meat that was from strangled animals. Praise the Lord. Hallelujah. ആ കത്തിന്റെ ഉള്ളടക്കം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. വളരെ വ്യക്തമായി അവർ വ്യക്തമായി കാര്യങ്ങൾ എഴുതി അവരെ അറിയിക്കാനിടയായി തീർന്നു. അവിടെ പറയുകയാണ്, സ്തോത്രം, ഞങ്ങൾ അയച്ചിട്ടല്ലാത്ത ചിലർ വന്ന് നിങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ സുവിശേഷമല്ല, ലെറ്റർ ഫോർ ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യത്തിന്റെ കത്ത് അവിടെ എഴുതിയത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതി, സ്തോത്രം, ദൈവഹിതമില്ലാത്തത് വന്ന് പഠിപ്പിക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ കൈക്കൊള്ളരുത്. Over here they send the letter, and when we read the letter we see specific items the apostles and elders told to these churches that they should not listen to any teaching that is opposing to the gospel. Praise the Lord. 24 വാക്യം വായിക്കുമ്പോൾ എന്താണ് അവർ ചെയ്തതെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സ്തോത്രം. When we read verse 24, വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായ പിരിമുറുക്കം, വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായ ഭാരത്തെ അവരാദ്യം എടുത്തു മാറ്റുന്ന ഒരു കൽപ്പനയാണ് പുറപ്പെടുവിച്ചത്. സ്തോത്രം. The first law that they gave them is to stop people from separating the believers. വായിക്കുന്നത്, സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്യയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. സ്തോത്രം. Over here is written, greetings to the Gentile believers in Antioch, Syria and Cilicia. പ്രിയമുള്ളവർ, ഏത് ജാതിയിൽ നിന്നായാലും, ഏത് നിറമുള്ളവനായാലും, ഏത് സ്തോത്രം പശ്ചാത്തലമുള്ളവനായാലും, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ വിളിക്കുന്ന പേരാ സഹോദരൻ.
no matter what sort of race you are from or what sort of group you are from, when you call a brother a believer. ചിലർക്ക് സഹോദരങ്ങൾക്ക് ഇഷ്ടമല്ല. Some believers do not like calling others പക്ഷെ അത് വലിയ brothers. പദവിയാണ്. But that is a great honor. എന്ന് പറഞ്ഞാൽ we are part of the family of Jesus. യേശുവിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവൻ ത്രിയേക ദൈവത്തിന്റെ കുടുംബത്തിലെ മക്കളാണ് നമ്മൾ. ആ മക്കളിൽ നീ എന്റെ സഹോദരനാ, നീ എന്റെ സഹോദരിയാ. ദൈവീയ കുടുംബത്തിലെ അംഗമാണെന്നുള്ള ഒരു ഉയർന്ന പദവിയിലേക്ക് നമ്മെ വിളിക്കുന്ന പേരാ സഹോദരൻ. When we call others our brothers and sisters, we show that we are all the same family along with the Trinity. So ഞാൻ വന്ന കാലത്ത് മറ്റൊരാളെ കുറ്റം പറഞ്ഞപ്പോൾ മൂന്നാമത് ഒരാൾ പറഞ്ഞു നിങ്ങളുടെ സഹോദരനല്ലേ എന്ന് ചോദിച്ചു. When I first came over here, when they spoke about against another believer, somebody came and told me, "Isn't he your brother?" നിങ്ങളുടെ സഹോദരനല്ലയോ? Isn't he your brother? ഈ പറയുന്ന ഒരു സഹോദരനല്ല, കാരണം അദ്ദേഹം മറ്റൊരു സഹോദരനല്ല. നിങ്ങളുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് അവന് വരെ അറിയാം. He's from another sect, but the person who was saying that he did not have that relationship. സ്തോത്രം. നാട്ടുകാർക്കറിയാം നമ്മുടെ സഹോദരൻ ഏതാ, നമ്മുടെ സഹോദരൻ ആരല്ലെന്ന്. സ്തോത്രം. പുള്ളി പറയത്തില്ല നമ്മുടെ സഹോദരനാണ്, പക്ഷേ നമുക്ക് ഇതുവരെ വെളിവ് വന്നിട്ടില്ല. സ്തോത്രം. Others can always say who are our brothers and who are our sisters, but we do not ourselves have that understanding. ഇനി ഇവർക്കൊക്കെ എന്ന് നേരം വെളുക്കുന്ന എനിക്കറിയാൻ വയ്യാത്ത, പക്ഷെ ഒരു കാര്യം വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. മറ്റ് ജാതികളിൽ നിന്ന് വന്നവരെ ഹല്ലേലൂയ അപ്പോസ്തലന്മാർ വിളിക്കുന്ന പേരാ സഹോദരൻ. ഹല്ലേലൂയ. സ്തോത്രം. രക്തബന്ധത്തെക്കാൾ ആഴമേറിയ ആത്മീയ ബന്ധത്തെ വിളിച്ചോതുന്ന ഒരു വന്ദനമാണ് ആ ലെറ്ററിന്റെ, ആ ലേഖനത്തിന്റെ, ആ കത്തിന്റെ ആദ്യത്തെ വാചകം തന്നെ. സ്തോത്രം. But people who are from the other Gentile groups, when we call them believers, we see in this letter they're saying that they are as one. പ്രിയമുള്ളവരെ, സ്തോത്രം. കർത്താവിന്റെ വേല മുന്നോട്ട് പോകണം. സ്തോത്രം. നമ്മുടെ ദൈവസഭയിൽ ഒഴിഞ്ഞിരിക്കുന്ന കസേരകൾ നിറയണം. നമ്മുടെ മനോഭാവം മാറണം. For us to make sure that our church move forward and for our seats to be filled, our attitude or our behavior should change. നമ്മുടെ മനോഭാവം മാറാതെ ഇതിന്റെ പുറത്ത് വെച്ച് എത്ര പണിതിട്ട് ഒരു പ്രയോജനമില്ല. No, unless our behavior is changed or our attitude changes, no matter how much work we put over here, we won't see any change. സാമ്പത്തികമായി നമ്മൾ കുറച്ച് അനുഗ്രഹം പ്രാപിച്ചല്ല, ദൈവത്തിന്റെ അപ്രൂവൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേലുള്ള സാന്നിധ്യം മറ്റൊരുവന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ കഴിയുമെങ്കിൽ നിന്റെ മിടുക്കല്ല, ദൈവ സാന്നിധ്യം അവിടെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. If somebody is able to bring a change in their lives, it's not because of your abilities or your prayers, but it's because of the presence of God. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. God told Abraham, I will bless you. നീ ഒരു അനുഗ്രഹമായി മാറും. You will turn into a blessing. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ഒറ്റ പർപ്പസേ ഉള്ളൂ. There is only one purpose behind God's blessing. Praise the Lord. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. So that others would get blessed. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാൽ മാത്രം പോരാ. It's not only that I should get blessed. We are happy with one side of that coin. ആ നാണയത്തിന്റെ ഒരു വശം കൊണ്ട് നമ്മൾ തൃപ്തരാ. ഓ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, ഞാനിവിടെ വലിയ ആളായി, ഞാനിവിടെ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. നോ, നിന്നിൽ കൂടെ അടുത്തൊരുവൻ എഴുന്നേറ്റോ, ഒരാത്മാവ് വിടുവിക്കപ്പെട്ടോ, അതാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ the receiving point. അടുത്ത അറ്റം. Praise the Lord. Often we are satisfied with the blessing that comes only to us, but we should also see on the other side where others are getting blessed because of us. ഇവിടെ പറഞ്ഞു സഹോദരന്മാരെന്ന് പറഞ്ഞ അടുത്ത വാക്യം, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കി കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട്. Over here in verse 24 we see that we understand that some men from here have troubled you and have upset you with their teaching, but we do not send them. Praise the Lord. ഇവിടെ പറഞ്ഞ വാക്കതാ, unsettling your minds. Praise the Lord. നിങ്ങളുടെ ഹൃദയങ്ങളെ ഭ്രമിപ്പിച്ച്, വാക്കുകളാൽ ഭ്രമിപ്പിച്ച് ഹൃദയങ്ങളെ കലക്കി കളയുന്ന ഒരു വ്യാപാരം. Over here we see that it says about troubling your minds with their words and unsettling your minds. പ്രിയമുള്ളവരെ, ഇതൊരു വല്ലാത്ത വ്യാപാരമാണ്. പല ദൈവസഭകളെ തകർത്ത് കളഞ്ഞ വ്യാപാരമായത്. മനുഷ്യരുടെ ഹൃദയങ്ങളെ ഭ്രമിപ്പിച്ച്, ഹല്ലേലൂയ, നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ചിലരെ കുത്തിനിറച്ചു. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, എന്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയും. Over here we see in many churches where there are false teachings that are unsettling the minds of people, and it also would bring a destruction to the people. Praise God.
എന്റെ ഹൃദയത്തിലെ കലക്കമുണ്ടാക്കുന്ന, എന്നെ അൺസെറ്റിലാക്കുന്ന, സ്തോത്രം, എനിക്ക് ശുഭകരമല്ലാത്ത, എന്റെ ഹല്ലേലൂയ ഒരു ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ എന്റെ ഉള്ളിൽ ഹല്ലേലൂയ പറയാ ഇത് ശരിയായ കാര്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നാം കേൾക്കുവാൻ, സ്തോത്രം, സമയത്തെ ചെലവഴിക്കരുത്. അത് മുളയിലേ നുള്ളിക്കോണം. സ്തോത്രം. Over here we see that there are many teachings that would in our gut feeling we would say that this is wrong, this is not right, and we should not give time to hear those teachings. ദൈവത്തിന്റെ വചനം നമുക്ക് തുണയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഐക്യതയെ കെടുത്തുന്ന, ഹല്ലേലൂയ, സ്തോത്രം, വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന, ഹല്ലേലൂയ, സഹോദര സ്നേഹത്തിന് വെല്ലുവിളി ഉയർത്തുന്ന യാതൊരു കോൺവെർസേഷനും നമ്മുടെ ഭവനങ്ങളിലോ പുറത്തോ നാം വെച്ച് കുറിപ്പിക്കരുത്. സ്തോത്രം. The word of God is our foundation, and anything that speaks against this we should not give time to listen to it. പലപ്പോഴും ദേവദാസൻ മരിക്കുന്ന സമയം കൊണ്ടുവന്ന് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തെ നിങ്ങൾ സംസാരിച്ച് നശിപ്പിക്കരുത്. Often I've heard pastors saying the blessings that you have received, you should not talk more about it and destroy it. പ്രാർത്ഥിച്ച് നമ്മൾ ഒത്തിരി അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. We have prayed and received a lot of blessings. പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങിയിട്ട് പറയുന്ന കാര്യം അതിന്റെ കംപ്ലീറ്റ് ശോഭ നഷ്ടപ്പെടുത്തും. But when we go outside and talk about those blessings, we should not disregard it. പക്ഷേ നീ അനുഗ്രഹം പ്രാപിച്ചവനായി വീണ്ടെടുക്കപ്പെട്ടവനായി വേണം നീ സംസാരിക്കാൻ. But the blessing that we talk about is that you have received the salvation of നോക്കിയേ God. സഹോദരന്മാർ, joy of the believers, ഈ ലെറ്റർ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ സന്തോഷത്തോടെ അത് കൈക്കൊണ്ടു. But over here we see that the joy of the believers, when they receive the letter, they receive it with gladness. ക്രൈസ്തവർ പറയുന്നതാണ്, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിലെ ചെന്ന് ജനസമൂഹത്തെ കൂട്ടിവരുന്ന ലേഖനം കൊടുത്തു. അവർ ഈ ആശ്വാസം വചനം വായിച്ച് സന്തോഷിച്ചു. 31 verse. Over here in verse 31 they say that there was great joy throughout the church that day as they read this encouraging message. Praise the Lord. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരു വിഘാതം ഉണ്ടായില്ല. സ്തോത്രം. Over here there was a change because of the We work can of see a God. continuing mission through the apostles. Hallelujah. There was a continuing mission among the Praise the Lord. apostles. അവിടെ ആഹാര ക്രമീകരണങ്ങളോ പരിച്ഛേദനയെ കുറിച്ചുള്ളതോ മറ്റു ശുദ്ധീകരണ കർമ്മങ്ങളോ ഒന്നും വെല്ലുവിളി ഉയർത്തിയില്ല. അവിടെ അവർ ഒറ്റ മോട്ടീഫായിരുന്നു. ഹല്ലേലൂയ. എന്നറിയാമോ, ആത്മാക്കൾ വിടുവിക്കപ്പെടണം, കർത്താവിന്റെ വേല മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. They had a great relief when they were satisfied that there was a deliverance of the Gentile believers and the ministries moving Praise the Lord. forward. പ്രിയമുള്ള, ഒരു വലിയ പ്രശ്നമാണ് സഭ അഭിമുഖീകരിച്ചത്. There was a big problem that the church faced. പക്ഷേ അവിടെ പരിഹാരം വന്നത് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഉയർത്തിക്കൊണ്ട്. ഹല്ലേലൂയ. The resolution came is because the work of God was magnified. പ്രിയമുള്ളവരെ, പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാൻ കഴിയത്തില്ല. There are many problems that we are not able to find a resolution. ദൈവത്തിന്റെ കൃപ മാത്രം, കൃപ മാത്രം, കൃപ മാത്രം. കൃപയിൽ എത്രത്തോളം നീ ആശ്രയിക്കുന്നു അത്രത്തോളം നിന്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. ഹല്ലേലൂയ. It's only because of the grace of God, and as long as you are in the grace of God, then you will get the നമ്മുടെ resolution. പത്രാസൊന്നും കണ്ട ആളുകൾ വിടുവിക്കപ്പെടത്തില്ല. ദൈവ കൃപയുടെ വ്യാപാരത്താലേ ആത്മാക്കൾ വിടുവിക്കപ്പെടത്തുള്ളൂ. Only through the grace of God will the unbelievers be able Praise the to be Lord. saved. ഒന്നാം നൂറ്റാണ്ടിൽ ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. വേപ്പട്ടിയെ പോലെ ക്രിസ്ത്യാനികളെ ഓടിച്ചിരുന്ന കാലത്ത് ജനം വിടുവിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. In the first century, all those believers, they went through a lot of sufferings, but they were able to receive the salvation only through the grace of God. ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും അവർ പരിഹാരം കണ്ടു. ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. There was a place where there were problems and no problems, but they were able to find a resolution only because of the ഒരു grace. കാര്യം മനസ്സിലാക്കണം, ആകാശത്തിന്റെ ഭൂമിക്ക് മീതെ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുവാൻ എന്റെ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. എന്റെ യേശുവിന്റെ കൃപയല്ലാതെ മറ്റൊന്ന് ഹല്ലേലൂയ നിനക്ക് വീണ്ടെടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ അപ്രകാരം പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തമായി ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. In Ephesians it says that for by grace you have been saved through faith, and this is not of your own doing, it is a gift of God, not a result of works, so that no one can boast. പ്രിയമുള്ളവരെ, എഫേസ്യ ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസമാണ് രക്ഷിക്കപ്പെട്ടത്. And in Ephesians, Paul is specifically saying, by the grace you have been saved through faith. ഇതുപോലെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. Let's close our eyes in prayer. Praise the Lord. ഹല്ലേലൂയ. ഏത് കഠോരമായ ഗൗരവമേറിയ വിഷയത്തിനും കൃപ ഒരു പരിഹാരമാണ്. ഹല്ലേലൂയ. No matter what kind of strong difficulties you go through, grace is a നമ്മുടെ resolution. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പാപത്തിനുള്ള പരിഹാരമായിരുന്നു. The biggest problem is the deliverance from sin. Praise the Lord. അതിൽ നമ്മെ രക്ഷിപ്പാൻ കൃപ പര്യാപ്തമായെങ്കിൽ ഇന്ന് പകൽക്കാലം
അതിന് താഴെ മറ്റെല്ലാ പ്രശ്നങ്ങളും വരത്തുള്ളൂ. ഹല്ലേലൂയ. But grace is the one who delivered us from that sin. ഒരു നിമിഷം കണ്ണുകൾ നമുക്ക് ദിവസങ്ങൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യെരൂശലേം കൗൺസിലിൽ ഉരുത്തിരിഞ്ഞ പരിഹാരം ദൈവത്തിന്റെ നാമത്തെ മുൻനിർത്തിയായിരുന്നു. Over here we see that the problem that happened at the Jerusalem Council was resolved because they put God first. Yes, hallelujah. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ആ മാതൃക പിൻപറ്റുവാൻ ദൈവസഭയെ സഹായിക്കണേ. We should follow that example and use it in our church too. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കും. പ്രിയപിതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങളുടെ ഈ ആഴ്ചയോട്ടത്തിന് ഒന്നാം ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഞങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങളിൽ ദൈവത്തിന് മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഇടയാക്കി എല്ലാ കൃപയ്ക്കായി ഞങ്ങളെ വാഴ്ത്തുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നല്ലോ. അത് പാടി ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ അങ്ങേ ആരാധിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ഉള്ള കൃപ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനഃപ്പാഠവാക്യങ്ങളൊക്കെ ദൈവത്തിനെ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. അവരെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിച്ചു കൊള്ളണമേ, ആകർഷണവലയത്തിൽ പൊതിഞ്ഞു കൊള്ളണമേ, ചിറയിൽ മറച്ചു കൊള്ളണമേ. അങ്ങയെ പ്രതിബിംബിച്ച് ജീവിപ്പാനുള്ള കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തവരെ സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി പഠിച്ച എല്ലാവർക്കായും സ്തോത്രം. കർത്താവേ, ഇത്രത്തോളം അവരെ നടത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കണമേ. കർത്താവിനെ സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. യാത്രയിലായിരുന്നു ക്ഷേമത്തോടെ എത്തിച്ചേർന്നല്ലോ. കർത്താവിനെ ഒരുമിച്ച് സ്തുതിപ്പാന്റെയും ഇടയാക്കിയ എല്ലാ കൃപയ്ക്കായും സ്തോത്രം. കർത്താവെ, അടിയങ്ങളെ സഭയായി തിരുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് മനസ്സറിഞ്ഞ് പിന്നെയും ഞങ്ങളെ കൃപയിൽ സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയൊന്നു മാത്രമാണ് ഞങ്ങളെ രക്ഷിച്ച അങ്ങയുടെ മകനാക്കി മക്കളാക്കി. അതനുസരിച്ച് കൃപയോടെ ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ കൃപ തന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി ദൈവകൃപയിൽ മുന്നേറുവാൻ ആവശ്യമായ കൃപ തന്ന് ഞങ്ങളെ സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവിധ വിഷയങ്ങളെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ എവിടെയായിരുന്നാലും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി മഹത്വം കരയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. സഭയായങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. എല്ലാ നിലയിലും ദൈവത്തിന്റെ നാമം ഞങ്ങളിൽ മഹത്വം എടുപ്പാനിടയാക്കണമേ. കർത്താവേ, അങ്ങ് പ്രാർത്ഥനയോട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ മനസ്സലിയുടെ മഹോന്നതപരനെ വന്ദനം നിനക്കാമേ. ആമേൻ. മനസ്സലിയുടെ മഹോന്നതപരനെ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശിപ്പിച്ച വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗ സഹവാസം കൂട്ടായ്മയും കാവലും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിക്കുന്നോട് ദിവസം എല്ലാ ഭവനങ്ങളോടും ലോകമുള്ള സർവ്വസ്ഥന്മാരോടും കൂടെ കർത്താവ് നാം അവരിലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം.